എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യണം. ഓഡിയോ കറക്റ്റായി കേൾക്കുന്നുണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. റെസ്പോൺസ് കിട്ടിയാലേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. ആറന്മുളയപ്പ ശരണം, ഗുരുവായൂരപ്പ ശരണം. സർവം തിരുവാറന്മുളേശം ശ്രീ പാർത്ഥസാരഥി ഭക്തജന സമിതിയുടെ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ഈ പ്രഭാഷണത്തിന് ഒരിക്കൽ കൂടി ക്ഷണിച്ചതിന് വളരെ സന്തോഷം. ഇതിനു മുമ്പൊരിക്കൽ ഞാൻ പൂന്താനത്തിൻ്റെ പാർത്ഥസാരഥി സ്തവം എന്നു പേരുള്ള ഒരു ലഘുവായിട്ടുള്ളൊരു പ്രഭാഷണം ചെയ്യേണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അതായത് ഭഗവാന് കഴിഞ്ഞ 12 വൃശ്ചികം ഒരു ഇന്ന് വൃശ്ചികം 9-ാം തീയതിയാണ്, ബുധനാഴ്ച. ഭഗവാന്റെ കളവഞ്ചാർത്ത് മഹോത്സവത്തിൻ്റെ 9ാമത്തെ ദിവസം ശ്രീകൃഷ്ണാവതാര വർണ്ണന തന്നെ ചെയ്യാനുള്ള ഭാഗ്യം തന്നതിന് ആദ്യം തന്നെ ഭഗവാനെ, ആറന്മുളയപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ച്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ച് നിങ്ങളെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ചെറിയ വിഷയമല്ല വാസ്തവത്തിൽ. കൃഷ്ണാവതാര വർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അല്പം പോലും പറയാൻ ഞാൻ അശക്തനാണ്. ആറന്മുള ക്ഷേത്രത്തിലെ കുടികൊള്ളണ പാർത്ഥസാരഥി, എനിക്കത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. പഞ്ചപാണ്ഡവർ ഓരോരോ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതിൽ യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും, അതേപോലെ പുലിയൂര് ഭീമസേനനും, ആറന്മുളയിൽ അർജുനനും, തിരുവൻവണ്ടൂർ നകുലനും, തൃക്കടിത്താനത്ത് സഹദേവനും ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ അർജുന പ്രതിഷ്ഠയാണ് ആറന്മുള. ഷഡങ്കുരപുരാധീശൻ എന്ന് പഴയ ഗ്രന്ഥങ്ങളിൽ വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഭഗവാൻ. സാധാരണ നമ്മൾ ഉണ്ണിക്കണ്ണനായും കാമുകനായും ചിലപ്പോഴൊക്കെ ചതുർബാഹുവായിട്ടും കാണുന്ന ഭഗവാൻ തൻ്റെ അവതാരകർമ്മത്തിനെ ഒരു സംക്ഷിപ്തമാക്കിയിട്ട് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന, തൻ്റെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് ചുരുക്കിയെടുത്ത് കൊണ്ടുവന്ന, ആറ്റിക്കുറുക്കിയെടുത്ത് കൊണ്ടുവന്ന ഒരു രൂപമുണ്ട്. അത് പാർത്ഥസാരഥിയുടെ രൂപമാണ്. നമ്മളാകുന്ന ജീവനെ നിയന്ത്രിക്കുന്ന പരമാത്മാവ്. ഒരു കയ്യിൽ ഓംകാരത്തിൻ്റെ ശംഖ്, മറുകൈയിൽ യമനിയമങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ചമ്മട്ടി. അത് പിടിച്ചു നിൽക്കുന്ന ആരാ? സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ യുദ്ധങ്ങൾ ജയിക്കണം. അതാണ് ശരിക്കും ഒരു വലിയ അർത്ഥം അതിൻ്റെ പുറകിൽ ഉറങ്ങിക്കിടക്കുന്നത്.
ഭഗവാന്റെ രൂപം നമുക്ക് സങ്കല്പിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള പല രൂപങ്ങളും ഉണ്ട് കൃഷ്ണന്റെ. അതില് ഏറ്റവും മനോമോഹനമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാലഗോപാല രൂപമാണ്. എല്ലാവർക്കും വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നാണ്. രാധാകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ സ്നേഹിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, ആരാധിക്കുന്നവര് എത്രയോ അധികമാണ്. പക്ഷെ യുദ്ധരംഗത്ത് നിൽക്കുന്ന ഭഗവാനെ ആരാധിക്കുന്നവർ തുലോം കുറവാണ് ലോകത്തിൽ. അതൊരു വൈചിത്ര്യമാണ്. ഭഗവാൻ സകലതുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഭഗവാന്റെ ആ സമഗ്രമായിട്ടുള്ള അവസ്ഥയെ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിപ്പോ കുട്ടി എനിക്ക് ചിലർ പറയും എനിക്ക് കുഞ്ഞായിട്ടുള്ള ഭഗവാനെയാണ് ഇഷ്ടം എന്ന് പറയും. ഒരു തെറ്റും പറയാനില്ല, അവരുടെ ഇഷ്ടം അതാണ്. കാമുകനായിട്ടുള്ള കൃഷ്ണനാണ് ഇഷ്ടം എന്ന് പറയും, അതും അവരുടെ ഇഷ്ടമാണ്. കുചേലനെ സ്നേഹിക്കുന്ന ആശ്രിത വത്സലനായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനാണ് ഇഷ്ടം എന്ന് പറയും, അതും അവരുടെ ഇഷ്ടമാണ്. ഭഗവത്ഗീത ഉപദേശിക്കാൻ നിൽക്കുന്ന കൃഷ്ണനാണ് ഇഷ്ടം എന്ന് ചിലർ പറയും. ആ പറയുന്നവർ അപൂർവം പേരായിരിക്കും. പക്ഷെ ആ ഭഗവത്ഗീത ഉപദേശിച്ച രൂപമാണ് പാർത്ഥസാരഥിയുടെ രൂപം. ഉപദേശിക്കുക മാത്രമല്ല, ആ പഠിപ്പിച്ചതിനൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാന്നും കാണിച്ചു കൊടുക്കും. ഭഗവാൻ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആ വസ്തു, അതിന് നിറമില്ല, ഗുണമില്ല, മണമില്ല, അതിനെ എവിടെയും നിറച്ചു വെക്കാൻ പറ്റില്ല, അതിന് അതിർത്തികളില്ല, അതിന് തുടക്കമില്ല, മധ്യമില്ല, അവസാനമില്ല. വെള്ളം പോലെ അത് ഒഴുകിപ്പരന്നങ്ങനെ കിടക്കുകയാണ് ജലം. അതുകൊണ്ടാണല്ലോ ജലത്തിന്റെ ആ സ്വഭാവം കാണിക്കാനാണല്ലോ നാരത്തിൽ അയനം ചെയ്യണാകയാൽ നാരായണൻ എന്ന് പേര് വന്നു, ജലത്തിൽ ശയിക്കുന്നവൻ. അപ്പൊ വെള്ളത്തിന് ആകാരമില്ല, അതിന് രൂപമില്ല. പക്ഷെ അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ ഐസിന്റെ കട്ടയാവും, മഞ്ഞാവും. അങ്ങനെ വരുമ്പോ ഭഗവാനെ അതിരറ്റ് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രപഞ്ചത്തിൽ, എല്ലാ കാലത്തും ഉണ്ട്, പണ്ടുണ്ട്, ഇന്നുണ്ട്, ഇനിയും ഉണ്ടാവും. അവരെ നമ്മൾ ഭക്തോത്തമന്മാരെന്ന് വിളിക്കും. ഭക്തന്റെ പ്രേമം കൊണ്ടാണ് ഈ ജലം പോലെ ഒഴുകിപ്പരന്ന് കിടക്കണ ഈശ്വര ചൈതന്യം കട്ടയായിട്ട്, സച്ചിദാനന്ദ കട്ടയായിട്ട് മാറുന്നത്. അപ്പൊ അതിനൊരു രൂപം വരും. ആ രൂപം കൊണ്ട് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ സംസാരത്തിൽ പെട്ടുള്ള എത്രയോ ജീവനുകളെ ഉദ്ധരിക്കാനും ആ രൂപം കൊണ്ട് ഭഗവാൻ പലവിധ പ്രവർത്തികളും ചെയ്യും, പല ലീലകളുമാണ്. ഭഗവാന്റെ ദിവ്യമംഗള സ്വരൂപം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ദിവ്യമംഗള സ്വരൂപങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു രൂപമായിരുന്നു ഭഗവാൻ എടുത്തതിൽ സാക്ഷാൽ കൃഷ്ണാവതാരം. ഈ പാർത്ഥസാരഥിയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആൾക്കാർ വെറുതെ തമാശയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ശ്ലോകമാണ്. ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല ആൾക്കാർ പറയുന്നത്. പലപ്പോഴും ചെറുപ്പക്കാര് നർമ്മ സംഭാഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ കാണാം. പക്ഷെ അവതാര രഹസ്യം എന്താണ്? എന്തിനാണ് താൻ ഒരു അവതാരം സ്വീകരിക്കുന്നത്? അവതാരം മുകളിൽ നിന്ന് ഇറങ്ങി വരിക, ആകാശമണ്ഡലത്തിൽ നിന്ന്, നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത്. ആ മണ്ഡലങ്ങളിൽ നിന്ന് ഇറങ്ങി ഭഗവാൻ എന്തിനാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്? ധർമ്മത്തെ സംരക്ഷിക്കാൻ, സമുദ്ധരിക്കാൻ. അതിനായിട്ടാണ്. ദുഷ്കൃതന്മാരെ നശിപ്പിക്കാൻ, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ, സാധുക്കളെ പരിത്രാണനം ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ അവതാര ലീലകളുണ്ട് ഭഗവാന്റെ. അതിലേക്ക് ഓരോന്നും എടുത്തിട്ട് നമ്മളിങ്ങനെ തലനാരഴ കയറി നോക്കിക്കഴിഞ്ഞാലും
നമുക്ക് മനസ്സിലാവും ഭഗവാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ചെയ്തിരിക്കണം. ഇപ്പൊ വേദങ്ങളെ കട്ടുകൊണ്ടുപോയി കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സോമാസുരനെ നിഗ്രഹിച്ചിട്ട് ആ ധർമ്മത്തിന്റെ അപൗരുഷയമായിട്ടുള്ള ആ വേദങ്ങളെ ബ്രഹ്മാവിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ മത്സ്യത്തിന്റെ രൂപം ആദ്യം എടുത്തു. ആറന്മുളയിൽ ഈ 12 കളഭം തുടങ്ങിയ ദിവസം മത്സ്യാവതാരത്തിൽ വെച്ച് മത്സ്യാവതാരം ചാർത്തിക്കൊണ്ടായിരിക്കുമല്ലോ തുടങ്ങിയത്. പാലാഴി മഥനം നടത്തുന്ന സമയത്ത് താഴ്ന്നു പോയ ഒരവസരത്തിൽ താഴ്ന്നങ്ങോട്ട് പോയ മന്ദരപർവ്വതമാണ് കടകോല്, വാസുകിയാണ് കയറ്. ആ മന്ദരപർവ്വതം അങ്ങോട്ടൊന്ന് ഉറച്ചുപോയി. താഴേക്ക് പോയപ്പോൾ കൂർമ്മരൂപിയായിട്ട് ആമയുടെ രൂപത്തിൽ വന്നിട്ട് അതിനെ ഉയർത്തി ആ മന്ദരപർവ്വതത്തിന് കറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ആ അമൃത് കടഞ്ഞെടുക്കണ ആ പ്രക്രിയയെ സഹായിക്കുകയും ചെയ്തു ഭഗവാൻ. അതേ സമയത്ത് തന്നെ ഇടയിൽ ദേവന്മാർക്ക് അർഹതപ്പെട്ടവർക്ക് അമൃത് കിട്ടാനായിട്ടൊരു മോഹിനിയുടെ അവതാരമുണ്ട്. നാളെയാണ് ആറന്മുളയിൽ ഭഗവാനെ മോഹിനി രൂപത്തിൽ അലങ്കരിക്കണമെന്നാണ് ഞാൻ കേട്ടത്. പ്രളയത്തിന്റെ സമയത്ത് സമുദ്രത്തിൽ ആണ്ടുപോയിട്ടുള്ള ഭൂമിയെ ഹിരണ്യാക്ഷനെ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിനായിട്ട് വരാഹരൂപിയായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തേറ്റയിൽ ഏന്തിയിട്ട് ഉയർത്തിയെടുത്തു. നാമസങ്കീർത്തനം ചെയ്യണ പ്രഹ്ലാദസ്വാമിയെ രക്ഷിക്കാനായിട്ട് നരസിംഹാകൃതിയിൽ തൂണ് പിളർന്ന് പുറത്തു വന്ന് ഹിരണ്യകശിപുവിന്റെ മാറ് പിളർന്ന് രക്തപാനം ചെയ്ത് ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിച്ചു. മഹാബലി നയിക്കുന്ന അസുരശക്തികളിൽ നിന്ന് പ്രപഞ്ചത്തിനെ തന്നെ വീണ്ടെടുത്തിട്ട് അതിൻ്റെ ശരിയായ പാതയിലേക്ക് കൊടുക്കാൻ, അതേസമയം മഹാബലി എന്ന മഹാഭക്തനെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ട് വാമനാവതാരം എടുത്തു. സ്വർഗത്തിനെക്കാട്ടിലും ഉന്നതമായിട്ടുള്ള പദം നൽകിയിട്ടാണ് സുതലത്തിലേക്ക് അയച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഗദ ധരിച്ചുകൊണ്ട് മഹാബലിക്ക് ഇന്നും കാവൽ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ഷത്രിയന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഭാഗം ആൾക്കാരെന്ന് കണക്കാക്കേണ്ട. അധികാരക്കൊതി തലയ്ക്ക് പിടിച്ച എല്ലാവരും ഒരു കാലഘട്ടത്തിൽ അധികാരക്കൊതി തലയ്ക്ക് പിടിച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനെ ദുസ്സഹമാക്കി തീർത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരെ അരിഞ്ഞു തള്ളാനായിട്ട് ജമദഗ്നിയുടെ പുത്രനായിട്ട് ഭൃഗുവംശത്തിൽ പരശുരാമൻ എന്ന പേരിൽ മഹാദേവന്റെ ശിഷ്യനായിട്ട് അദ്ദേഹം ജന്മെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ പൂർണ്ണാവതാരം എന്ന് ചില വിഭാഗങ്ങൾ പറയുന്ന ശ്രീരാമസ്വാമി രാവണ നിഗ്രഹത്തിനായിട്ട് സീതാപതിയായിട്ട് ലോകത്ത് രാമരാജ്യം എന്ന പേരുള്ള ഏറ്റവും ഐശ്വര്യവും ധർമ്മനിഷ്ഠവുമായിട്ടുള്ള രാജ്യഭരണം കാഴ്ചവെച്ചുകൊണ്ട് അയോധ്യ രാജധാനിയാക്കിയിട്ട് ഈ ഭൂമിയെ ഭരിച്ചത്. അത് കഴിഞ്ഞ് അനന്ത അവതാരമായിട്ട് ഭഗവാനെ പറയുമെങ്കിലും സംഘർഷണൻ എന്ന് പറയുന്ന അനന്തൻ മഹാവിഷ്ണു തന്നെ ആകയാൽ ബലരാമനെയും ഭഗവാന്റെ അവതാരമായിട്ട് പറയും. ആ ബലഭദ്രരാമനായിട്ട് ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ബലഭദ്രസ്വാമിയായിട്ടും അദ്ദേഹം ആവിർഭവിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി അവതാരങ്ങളുണ്ട് ഭഗവാന്റെ. പ്രധാനപ്പെട്ട അവതാരങ്ങളാണ് പറയുന്നത്. കലകളായിട്ടുള്ള അവതാരങ്ങളും അംശങ്ങളായിട്ടുള്ള അവതാരങ്ങളും ആവേശങ്ങളായിട്ടുള്ള അവതാരങ്ങളും പൂർണ്ണമായിട്ടുള്ളൊരു അവതാരവും ശ്രീരാമൻ വരെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പരിപൂർണമായിട്ടുള്ള അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനായിട്ടുള്ള ജനനം ഭഗവാൻ. പരിമിതമായിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ജന്മമെടുക്കലായിരുന്നു. പരിമിതമായ ലക്ഷ്യങ്ങളും പരിമിതമായിട്ടുള്ള ശക്തി, പരിമിതമായിട്ടുള്ള ശക്തിയും പരിമിതമായ ലക്ഷ്യങ്ങളോടും കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീരാമാവതാരം വരെയും വരുന്നത്. എന്നാൽ കണ്ണനായിട്ട് ജനിച്ചപ്പോഴാകട്ടെ ശ്രീകൃഷ്ണാവതാരം ഭഗവാന്റെ, നാരായണന്റെ, ഗുരുവായൂരപ്പന്റെ, പാർത്ഥസാരഥിയുടെ അളവറ്റ
ജീവകാരുണ്യം, സമസ്ത പ്രപഞ്ചത്തിനോടുള്ള ഭഗവാന്റെ സ്നേഹത്തിനെ അങ്ങോട്ട് അണപൊട്ടി ഒഴുക്കിയ അവതാരം. എത്രയോ പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള അവതാര മഹിമയും വേറെ ഒന്നല്ല. ഇങ്ങനെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഒരു അവതാര മഹിമ വേറെ കാണില്ല. അത് ഭാഗവതാവട്ടെ, മഹാഭാരതത്തിൽ തുടങ്ങി. മഹാഭാരതത്തിൽ ദ്രൗപദി സ്വയംവരം തൊട്ടിട്ടേ ഭഗവാൻ വരുന്നുള്ളൂ. പിന്നെ ഹരിവംശമാണ് പ്രധാനപ്പെട്ടത്. അതും കഴിഞ്ഞാണ് ഭാഗവതം വരുന്നത്. അത് കഴിഞ്ഞ് എത്രയോ പുരാണങ്ങൾ, ബ്രഹ്മപുരാണമുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, പത്മപുരാണമുണ്ട്, വായുപുരാണമുണ്ട്, ബ്രഹ്മവൈവർത്ത പുരാണമുണ്ട്, വാമനപുരാണമുണ്ട്, സ്കാന്ദപുരാണമുണ്ട്. അങ്ങനെ അനവധി പുരാണങ്ങളിലും കഥകളിലും നാടോടി കഥകളിലും ഒക്കെ വർണ്ണിക്കപ്പെട്ട് ഇന്ന് ഭഗവാനെ കുറിച്ച് എത്രമാത്രം കഥകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഭഗവാനെ അവരവരുടേതാക്കി മാറ്റി കഴിഞ്ഞു. ഞാൻ പറയുന്ന കൃഷ്ണനാണ് ശരി, മറ്റുള്ളവൻ പറയുന്ന കൃഷ്ണൻ ശരിയല്ല എന്ന് പറയണ അത്രയും അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ജയദേവൻ ചൊല്ലിയിട്ടുണ്ട്, ജയദേവന്റെ സങ്കല്പത്തിൽ കൃഷ്ണന്റെ അവതാരങ്ങളാണ് മത്സ്യം തുടങ്ങി സകലത്, മഹാവിഷ്ണുവിന്റെ അല്ല. വേദാനുദ്ധരതേ ജഗന്നിവഹതേ ഭൂഗോളമുദ്ബിഭ്രതേ ദൈത്യം ധാരയതേ ബലിം ഛലയതേ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഖലം കലയതേ കാരുണ്യമാതന്വതേ മ്ലേച്ഛാൻ മൂർച്ഛയതേ ദശാകൃതികൃതേ കൃഷ്ണായ ദുഃഖം നമാണ്. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. അതുതന്നെയാണ് ശ്രീകൃഷ്ണാവതാരത്തിന്റെ ഏറ്റവും വലിയ പരിപൂർണതയും അതിന്റെ പ്രാധാന്യവും. ഭാഗവതത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ വേറെ ഒരു ഗ്രന്ഥത്തിനും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. വ്യാസകൃതവും ശ്രീശുക മഹർഷി പറയും ചെയ്തിട്ടുള്ള ആ മഹാഗ്രന്ഥം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭഗവാന്റെ ശരീരം തന്നെയാണത്. ഭാഗവതം ഭഗവാൻ തന്നെയാണ്, ഗ്രന്ഥരൂപത്തിലുള്ള ഭഗവാനാണ് ഭാഗവതം. നമ്മുടെ ഇടയിൽ ഇന്ന് ഭഗവാൻ അവതാര രൂപയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹരൂപങ്ങളിൽ, ക്ഷേത്രങ്ങളിലും അർച്ചാവതാരം എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ. അതേപോലെ ഗ്രന്ഥരൂപത്തിൽ ഭാഗവതമായിട്ടാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത കൃഷ്ണാവതാരത്തില് ഭഗവാൻ ഈ നല്ലതവൻ ചീത്ത ആള് എന്നുള്ള, ആ നല്ല ആള് ചീത്ത ആള് എന്നുള്ള ഒരു വേർതിരിവ് കാണിക്കാതെ സകല ആൾക്കാരിലും ഒരേപോലെ കൃപാവർഷം ചൊരിയുക എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണാവതാരത്തിലാണ്. ഭഗവാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നിന്നെ കൊള്ളില്ല, അവൻ ശരിയല്ല, ഇത് ശരിയല്ല. ഇന്ന് അദ്ദേഹത്തിന് ഏറ്റി നടക്കുന്ന പല ആൾക്കാരും ജനങ്ങളെ അങ്ങനെ ഭിന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. സജ്ജനെന്നോ ദുർജനെന്നോ അദ്ദേഹം പരിഗണിച്ചിട്ടേ ഇല്ല. സകലരിലും ഒരേപോലെ. യശോദാദേവി ഒറ്റമ്മ, ആ അമ്മ എത്രമാത്രം സ്നേഹം കൊടുത്താ ഭഗവാനെ വളർത്തിയത്. ആ അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ സദ്ഗതി തന്നെ കൊടും വിഷം മുലകളിൽ പുരട്ടി കള്ളവേഷം അണിഞ്ഞിട്ട് കൊല്ലാനൊരുങ്ങിയിട്ട് വന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തു. എന്റെ വാക്കുകളല്ല, സാക്ഷാൽ ആഞ്ഞൻ തിരുമേനയുടെ വാക്കുകളാണ് അതൊക്കെ. സാധാരണക്കാരായിട്ടുള്ള അമ്പാടിയിലെ സാധാരണക്കാരായിട്ട് തൈരും മോരും വിറ്റ് എന്നാ എഴുതിയിട്ടുള്ളത്. ആ തൈരും മോരും വിറ്റ് വളരെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണ ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്ന ഇടയത്തി പെണ്ണുങ്ങൾ, ഗോപസ്ത്രീകള്, അവർക്ക് തപസ്സില്ല, അവർക്ക് വേദാധ്യായനില്ല, അവർക്ക് ഉപനിഷത്തുക്കൾ അറിയില്ല, അവർ ഭജന പാടിയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സംഘടിതമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ അവരെ ഭഗവാൻ എന്ന് പറഞ്ഞ ആ ഒരു ശക്തി ഒന്നിച്ചു കൊണ്ടുവന്ന് അവരെ ഭജന പാടിച്ചു. അവർക്ക് വേദതത്വങ്ങൾ അവരുടെ മനസ്സിൽ സ്വയമേവ ഉണർത്തിക്കൊടുത്തു. ബ്രഹ്മാനന്ദത്തെ അനുഭവിപ്പിച്ചു. കൃഷ്ണ എന്നുള്ള 2 അക്ഷരം മാത്രം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. യശോദാദേവി ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോ അത് കണ്ട്
അത് നുകർന്ന് ഓർത്തിരിക്കാനുള്ള ബോധം അമ്മയ്ക്ക് കൊടുത്തില്ല ഭഗവാൻ, മറന്നുപോയി. പക്ഷെ ആ വിശ്വരൂപത്തിനെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ലീലാവിലാസങ്ങൾ ജീവിതകാലം മുഴുവൻ, അമ്പാടിയിൽ ഉണ്ടായിരുന്ന കാലങ്ങൾ, വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന കാലം മുഴുവൻ കാണിച്ചിട്ട് ഭഗവാൻ ഈ ഗോപസ്ത്രീകൾക്കും ആ ബ്രഹ്മസാക്ഷാത്കാരം നൽകുക ചെയ്തു. കാണുന്നതൊക്കെ ഭഗവാനായിട്ടാണ് മാറിയത്. അവർക്ക് സർവം കൃഷ്ണമയം ജഗത്തുന്നായിരുന്നു അവസ്ഥ. ബ്രഹ്മദേവനും മഹാദേവനും ഇന്ദ്രാദികളും തുടങ്ങിയിട്ടുള്ള സകല മഹാദേവന്മാര് ദേവതകളും ഒക്കെ ഗോപസ്ത്രീകളോട് അസൂയപ്പെട്ടു പോയി. ഭക്തിക്ക് ഉദാഹരണമായിട്ട് എവിടെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അതിൽ മറ്റാര് പറഞ്ഞതിനെക്കാട്ടിലും നാരദ മഹർഷി പറഞ്ഞാൽ അത് വലിയൊരു സർട്ടിഫിക്കറ്റാണ്. യഥാവ്രജ ഗോപികാനാം, ഗോപസ്ത്രീകളാണ് ഭക്തിക്ക് ഉദാഹരണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഭക്തകൾക്കും ഭക്തന്മാർക്കും ഉദാഹരണം എന്നല്ല, ഭക്തിക്ക് ഉദാഹരണം. കാരണം അവര് ഭക്തിയായി മാറി, ഭക്തി സ്വരൂപിണികളായിരുന്നു. ഭക്തിയുടെ അത്യുച്ചകോടിയിൽ വിലസി. ഭക്തി എന്താന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണാവതാരത്തില് ഗോപസ്ത്രീകളുടെ കൂടെയാണ്. കൃഷ്ണ ഗോവിന്ദ നാരായണ, കൃഷ്ണ ഗോവിന്ദ നാരായണ എന്ന് വിളിച്ച് 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 വൃന്ദാവനത്തിലെ പക്ഷികള്, തത്തകള് പോലും ജീവൻ മുക്തന്മാരുടെ രാജാവായിട്ടുള്ള ശ്രീശുക മഹർഷിയുടെ അവസ്ഥയിലേക്ക് ഉയർന്നിരുന്നു എന്നാ പറയണം. അപ്പൊ ആ അവതാരത്തിന്റെ ശക്തി എന്തായിരുന്നിരിക്കും? ഇന്നും ആ ശക്തി തന്നെയല്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുത്തി ഭഗവാന്റെ കഥകൾ പറയിപ്പിക്കണം. ഗുരുവായൂരപ്പ ഏവം ഭക്തി സകല ഭുവനേക്ഷീദാന ശ്രുതാവ കിം ശാസ്ത്രൗഘൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു. ലോകത്തില് എത്രയോ പേര് ഭജനയിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ടാവും. പക്ഷെ ഗോപസ്ത്രീകളെ പോലെ ഭഗവാനിൽ ഇത്ര ഉത്കൃഷ്ടമായിട്ടുള്ള പ്രണയഭക്തി മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ഈ അവതാരത്തില് ഭഗവാൻ കാണിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശാസ്ത്രം പഠിച്ചിട്ടോ വേദം പഠിച്ചിട്ടോ മറ്റ് പല അഭ്യാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടോ ഒന്നും മൂപ്പരെ കിട്ടില്ല. ഇതൊന്നുമില്ലാതെ ഈ നിരക്ഷരരായിട്ടുള്ള ഈ ഇടയപ്പെൺകുട്ടികൾ പരമഭക്തരായിട്ട് ഭവിച്ചിരിക്കുന്നു. എങ്ങനെ? അവരെയാണ് പരമഭക്തനായിട്ടുള്ള ഉദ്ധവൻ പോലും പോയിട്ട് പ്രേമഭക്തി കിട്ടാനായിട്ട് വന്ദിച്ചതല്ലേ. ഇവിടെ നമ്മൾ ഗോപികമാരെ പുകഴ്ത്തുമ്പോ, അവരെ സ്തുതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ സ്തുതിക്കാൻ നിമിത്തമായിട്ടുള്ള ആ അവതാരത്തിന്റെ മഹത്വം. ചെന്താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ എത്രയോ അവതാരങ്ങൾ എടുത്തു. പക്ഷെ അതിലൊന്നും ഭഗവാൻ ഈ പറഞ്ഞ പോലെ പശുക്കളും തിര്യക്കുകളും പശുക്കളെ നോക്കണവരും ഈ പശുപ യുവതികളും ഈ ആനന്ദരിമേനി പറഞ്ഞിട്ടുണ്ട്, പശുക്കളെയും പശുപാലകന്മാരെയും പശുപ യുവതികളെയും ഒക്കെ പോലുള്ള സാധാരണക്കാർക്കും ഒക്കെ ഒരേ സമയം മുക്തി കൊടുക്കാൻ കാരുണ്യമേറിയിട്ടുള്ള, അതിന് സമർത്ഥിതമായിട്ടുള്ള കാരുണ്യമേറിയിട്ടുള്ള പരിപൂർണാവതാരം വേറെ ഏതാ ഉള്ളത് എന്നാ ചോദിക്കണം. അത് വില്ലുമംഗല സ്വാമി ചോദിച്ചിട്ടുള്ള കാര്യമാണ് ശ്രീകൃഷ്ണകർണാമൃതത്തില്. ഈ അവതാരത്തിലാണ് സകല ജീവരാശികൾക്കും ഭഗവാന്റെ മേലെയുള്ള ആ സൗഹാർദ്ദാവട്ടെ. അർജുനൻ സുഹൃത്തായിരുന്നു അല്ലേ? സൗഹാർദ്ദം കൊണ്ട് മോക്ഷം, സ്നേഹം കൊണ്ട് മോക്ഷം, അനുരാഗം കൊണ്ട് മോക്ഷം, ഭയം കൊണ്ട് മോക്ഷം, കംസൻ ഭയന്നിട്ടാ, ദ്വേഷം കൊണ്ട് മോക്ഷം ശിശുപാലൻ. അനുരാഗത്തിനും സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. യശോദാമ്മയുണ്ട്, രാധാദേവിയുണ്ട്, ഗോപികമാരുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ. സൗഹാർദ്ദം കൊണ്ട് കുചേലനുണ്ട്, ഉദ്ധവനുണ്ട്, യുധിഷ്ഠിരാദികള്, അർജുനൻ,
പ്രത്യേകിച്ചും. ഈവൻ സഖി എന്ന സ്ഥാനം കൊണ്ട് അത് അനുരാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു വിചിത്രമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ദ്രൗപദി നിൽക്കുന്നത്. അത് വലിയൊരു വിഷയമാണ്. എങ്ങനെയാണെങ്കിൽ ഇവരെ എല്ലാവരെയും തന്നെ ഏത് വഴിയിൽ ആര് സമീപിച്ചാലും, ദേഷ്യത്തോടെ സമീപിച്ചാലും സ്നേഹത്തോടെ സമീപിച്ചാലും താപത്രയങ്ങളിൽ നിന്നൊക്കെ വിമുക്തരാക്കിയിട്ട് അവർക്ക് പരമാനന്ദത്തെ, നിത്യാനന്ദത്തെ കൊടുത്തത് ശ്രീകൃഷ്ണാവതാരത്തിലെ ഭഗവാൻ. രാഗവും ദ്വേഷവും പൊതുവിൽ മനോമാലിന്യങ്ങൾ ഉണ്ടാക്കണതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഗം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ നടക്കണം എന്നുള്ള നമ്മുടെ വാശി, അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാവണ വികാരം ദ്വേഷം. അപ്പോ ഇതൊക്കെ തന്നെ ഈ രാഗവും ദ്വേഷവും പൊതുവിൽ മനസ്സിനെ നശിപ്പിക്കണവയാണ്. പക്ഷെ അത് ഭഗവാനെ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കുമ്പോൾ അത് മോക്ഷത്തെ കൊടുക്കുന്നതായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിഷം അമൃതായി മാറും. രാഗത്തിൽ പെടുന്നതാണ് അനുരാഗവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ. ദ്വേഷത്തിൽ പെടുന്നതാണ് ഭയവും വിദ്വേഷവും കോപവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ഭഗവാന്റെ നേരെ കാണിച്ചാലോ അത് അമൃതായി മാറി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, സകലതും ഭഗവാന് സമർപ്പിക്കാൻ. ഇപ്പൊ ചിലർ ചോദിക്കും, മോശപ്പെട്ട കാര്യങ്ങളല്ലേ അതെങ്ങനെയാ ഭഗവാന് സമർപ്പിക്കാന്ന്? ഒരിക്കലുമല്ല. ഭഗവാൻ അത് തൊടുമ്പോ അഗ്നി തൊട്ടാൽ എന്തും ശുദ്ധമാവുന്നത് പോലെ മോശപ്പെട്ടതാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും എടുത്തിട്ട് ആ ഭഗവാന്റെ പാർത്ഥസാരഥിയായ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത് ശുദ്ധമായിട്ട് തീരും. അങ്ങനെ ഒരു ചുമട്, ഒരു കൊട്ട നിറച്ച് മോക്ഷം കൊണ്ട് നടന്ന് പോടവിടെ മുഴുവൻ ഇങ്ങനെ വാരി വെതറി കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ നടന്നു പോയത്. അദ്ദേഹത്തിന്റെ പുറകെ പോയവർക്കൊക്കെ ഇന്ന് ഓരോരോ മോക്ഷത്തിന്റെ പൂക്കളും പഴങ്ങളും കിട്ടി. അതുകൊണ്ടാണ് കൃഷ്ണാവതാരം മറ്റു സകല അവതാരങ്ങളെക്കാളിലും സർവോത്കർഷേണ വിജയിക്കണമെന്ന് പറയണം. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രകൃതി വിരതുലൈരശ്രമയോർഗ ഭേദൈ ആർത്തിം തീർത്ഥ സമസ്താമൃതപദമനു സർവദ സർവലോകാസത്വം വിശ്വാർത്തി ശാന്ത്യൈ പവനപുരപദേ ഭക്തിപൂർത്തിയൈ ജഭൂയ. നാരായണീയത്തിൽ പറയുക, ഈ പറഞ്ഞ തന്നെയാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് കൃഷ്ണാവതാരം ജയിക്കുന്നത്. സൗഹാർദ്ദം കൊണ്ടാവട്ടെ, ഭീതി കൊണ്ടാവട്ടെ, സ്നേഹം കൊണ്ടാവട്ടെ, ദ്വേഷം കൊണ്ടാവട്ടെ, അനുരാഗം കൊണ്ടാവട്ടെ. ഗുരുവായൂരപ്പ വിശ്വത്തിന്റെ ആർത്തിശാന്തിയാണ് അവിടുന്ന് ചെയ്തത്. അപ്പോ സകലർക്കും സൽഗതി കൊടുക്കുക മാത്രമല്ല, ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ മുഴുവൻ അദ്ദേഹം മോക്ഷത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയത് മാത്രമല്ല. നോക്കൂ, ഇതാണ് ഒരു ലീഡർ, ഇതാണ് ശരിയായ നേതാവ്. എല്ലാവർക്കും താൻ മാത്രം മോക്ഷത്തിന് നന്നാവണം, ഞാൻ പറഞ്ഞ മാത്രം ശരിയെന്ന് പറഞ്ഞിരിക്കല്ലേ ഇത്. വരൂ, എല്ലാവരും വരൂ. പൂന്താനം അത് തന്നെയല്ലേ പറഞ്ഞത്, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളൂ എല്ലാവരും എന്നാ പറഞ്ഞത്. വരൂ, നമുക്ക് എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് പോകാന്ന്. പണ്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആത്മാക്കൾ എത്ര ഭാഗ്യം ചെയ്താലേ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ പറയും ലോകത്തിൽ ദുഷ്കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ, ദുഷ്ടന്മാര് കൂടുമ്പോൾ, പാപം വർദ്ധിക്കുമ്പോഴാ ഭഗവാൻ പറയണത്. നല്ല പാപം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം ശരിയാണ്. പക്ഷെ അത്രയധികം പുണ്യവും സഞ്ചയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ മാത്രമേ അവരുടെ ഒരാളുടെ കുടുംബത്തിൽ ഭഗവാൻ വന്ന് ജനിക്കുള്ളൂ. അത്രയും പുണ്യം സഞ്ചയിച്ചു വരുമ്പോഴേ അവരിൽ ചിലരുടെ ഇടയിൽ ഭഗവാൻ കാലി വെച്ച് നടക്കുള്ളൂ. അത്രയും പുണ്യം ചെയ്തിട്ടുള്ളവർ ജനിക്കുമ്പോൾ, അവര് വളർന്ന് അവര് പുണ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഭഗവാൻ അവരോടൊപ്പം നടന്ന് യുദ്ധങ്ങൾ നയിക്കുള്ളൂ. അതുകൊണ്ട് പുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ തന്നെയാണ് ഭഗവാൻ ജനിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് ലോകത്തിൽ അനീതിയും അക്രമവും വർദ്ധിക്കുമ്പോൾ പൊടുന്നനെ പെട്ടെന്ന്
ഒരു സ്വിച്ച് ഓൺ ചെയ്ത മാതിരി ഭഗവാൻ വരാത്തത്. ഈ അനീതിയും അക്രമവും കണ്ടിട്ട് മനസ്സും അടുത്തിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഭഗവാനെ വിളിച്ചിട്ട് തങ്ങളുടെ ജീവിത രീതികൾ മുഴുവൻ ഭഗവാന്റെ സമക്ഷമാക്കി തീർത്ത് ശരണാഗതിയോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിളിച്ചു 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 വരുമ്പോൾ ആ പുണ്യം വർദ്ധിച്ചു വരുമ്പോൾ അതിനൊത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഭഗവാൻ ജനിക്കും. അതുകൊണ്ടാണ് അതിന്റെ സൂക്ഷ്മാർത്ഥമാണ് ഭഗവാൻ മഹാവിഷ്ണു പറയണ്ടല്ലോ, ഭൂമിദേവിയുടെ വിലാപം കേട്ടതിന് ശേഷം മറ്റ് സകല ദേവന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് ജനിക്കുക ഞാൻ വരുന്നതിന് മുമ്പായിട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പൊ ഭഗവാൻ സകല ആൾക്കാർക്ക് സൽഗതി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, വിവരക്കേടിന്റെ, അറിവില്ലായ്മയുടെ, അജ്ഞാനം എന്ന് നമ്മൾ ചുമ്മാ പറയും, പക്ഷെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിൽ കയറും. വിവരക്കേട്, അജ്ഞാനാന്ധകാരത്തിൽ കിടക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ നമ്മളിൽ നിന്ന് ദൂരെയുള്ള ഒരു വസ്തുവാണെന്നാണ് നമ്മുടെ വിചാരം. സംസ്കൃത പദാകുമ്പോൾ നമുക്ക് നാടൻ ഭാഷയെ പറയാം, അറിവില്ലാത്ത അവസ്ഥ, വിവരം കെട്ട അവസ്ഥ എന്ന് പറയും ഞങ്ങൾ പാലക്കാട് ഭാഗത്തൊക്കെ. ആ വിവരക്കേടിന്റെ അഗാധതയില്, താഴ്ചയിൽ കിടക്കണ, പടുകുഴിയിൽ കിടക്കണ സകല ജീവജാലങ്ങൾക്കും അറിവിന്റെ പ്രകാശം നൽകണ രത്നങ്ങൾ പോലുള്ള ഉപദേശങ്ങൾ നൽകിയിട്ട് ഭഗവത്ഗീത, അനുഗീത, ഭഗവാന്റെ ഉപദേശങ്ങൾ എത്രയാ മഹാഭാരതത്തിൽ തന്നെ. ഭഗവത്ഗീത മാത്രമേ പകുതി പേർക്കും അറിയുള്ളൂ. അനുഗീത എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്, അർജുൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഭാഗവത്തിൽ ചെന്ന ഉദ്ധവഗീതയായി. ധർമ്മക്ഷേത്രമാകണ കുരുക്ഷേത്രത്തിലെ ആ യുദ്ധഭൂമിയില് ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി, ധർമ്മത്തിന്റെ കാഹളം മുഴക്കിയത്. തന്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗ്യതയില്ലാത്തവന്മാരെയൊക്കെ ഇയാമ്പാറ്റകളെ കൂട്ടിയിടുന്നവര് കൂട്ടിയിട്ടിട്ട് അദ്ദേഹം 18 ദിവസം കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അദ്ദേഹത്തിന് എന്താ ഇവരെ മുഴുവൻ കൊന്നൊടുക്കാൻ സാധിക്കാനിട്ടാണോ? പക്ഷെ തന്റെ കൈകൊണ്ടുള്ള മരണം എന്നതും അനുഗ്രഹമാണെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ. ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 18 ദിവസത്തെ യുദ്ധത്തിൽ മരിച്ചവർക്കൊക്കെ മോക്ഷമാണ്. അത് ഭഗവാൻ കൊടുത്തില്ല. അർജുനന്റെ തേരത്തട്ടില് കടിഞ്ഞാണും ചമ്മട്ടിയും തൃക്കയിൽ പിടിച്ചിട്ട് മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ പാർത്ഥസാരഥി അർജുനനെ വെറും ഒരു കാരണമാക്കി നിർത്തിക്കൊണ്ട് സകല വേദാന്ത സാരമായിട്ടുള്ള ആ ഗീതയല്ലേ, ആ മരുന്നല്ലേ ഇന്നും മനുഷ്യരാശി കുടിച്ചുകൊണ്ടിരിക്കണത് മഹാരോഗങ്ങൾ വരുമ്പോ. ഭഗവാൻ പറയുമ്പോ കേൾക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഏത് സത്സംഗത്തിലും കേൾക്കാനും പറയാനും ഒരാളുണ്ടായാൽ മതി, ഒറ്റ ആളുണ്ടായാൽ മതി. അധികം പേരുടെ ഒന്നും ആവശ്യമില്ല. ഭഗവത്ഗീത പറയുമ്പോൾ ഒരാളെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. സഞ്ജയൻ അത് പിന്നീട് ദിവ്യദൃഷ്ടി കൊണ്ടാണ് അറിയുന്നത്. അദ്ദേഹവും അത് ഉൾക്കൊണ്ടോന്നറിയില്ല. എന്നിട്ട് അത് ആദ്യം കേട്ടതോ മനസ്സിന് അന്ധത ബാധിച്ച ധൃതരാഷ്ട്രമാണ്. അതിനുശേഷം പിന്നെ നമ്മളൊക്കെ അറിയണം. വ്യാസമഹർഷി അത് എഴുതി വെക്കുന്നതൊക്കെ. പക്ഷെ കേട്ട അർജുനൻ, ആ അർജുനൻ പോലും അത് മുഴുവൻ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അനുഗീത പറയേണ്ടി വന്നത് പിൽക്കാലത്ത്. അത് ഞാൻ പണ്ടൊരിക്കൽ അതിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ പോർക്കളത്തില് നിന്നിട്ട് ഭഗവാൻ തന്റെ ദിവ്യമംഗള സ്വരൂപം തന്നെ കാണിച്ചുകൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം നമ്മൾ ദർശിക്കണത്, അതിന്റെ സകല പ്രഭാവത്തോടും കൂടി ദർശിക്കുന്നത് ആ അവസ്ഥയിലാണ്. മറ്റന്നാ വീണ്ടും മറ്റൊരു ഗ്രൂപ്പില് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ കളപച്ചാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വരൂപം പറയാൻ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പാർത്ഥസാരഥിയുടെ ആ രൂപത്തിനെ ഭാരതം കിളിപ്പാട്ടില് തുഞ്ചത്തെഴുത്തച്ഛൻ വർണ്ണിച്ചിട്ടുള്ള ഞാൻ മുമ്പ് നാരായണീയം പറയണ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂടി തിറമോട് കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനുകുന ചിന്നും കുറുനിര തന്മേൽ നനുനന പൊടിഞ്ഞൊരു പൊടി നെറ്റി പൊടി പറ്റി തിലകവും ഒട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചും
ഭരിച്ചും സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും അടിയരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടിടുന്ന കോപവും മടമൊഴിമാരിൽ വളർന്ന രാഗവും. ഭഗവാന്റെ സ്വരൂപത്തിനെ, ഭഗവാന്റെ ജീവിതത്തിനെ മുഴുവൻ ആറ്റിക്കുറുക്കി എടുത്തിട്ട് അവിടെ പറയാനൊരു ശ്രമം നടത്തുകയാണ് എഴുത്തച്ഛൻ. മകരകുണ്ഡലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും മുഖസരോജവും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞ നാസിക സുമന്ദഹാസവും മധുരശോഭയും പദസരോരുഹ യുഗവുമെന്നുടെ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെ ആ മണീരഥം തന്നിലകം കുളിർക്കവേ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ. അദ്ദേഹത്തിന്റെ എഴുത്തച്ഛന്റെ വരികളാണ്. ഭഗവാൻ ഏകനും അദ്വിതീയനാണ്, ഒന്നാണ്, രണ്ടല്ല, ബ്രഹ്മമാണത്. ആ ബ്രഹ്മം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഉറച്ച ഐസ് കട്ടയായതുപോലെ നമുക്കൊരു രൂപത്തിന് വേണ്ടിയിട്ട് വന്ന് നിന്നതാണ്. അതുകൊണ്ടാണ് ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്രയേവ ഏകോ മന്ത്രസ്തസ്യ നവാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ദേവകീപുത്രൻ പറഞ്ഞ ശാസ്ത്രമാണത്രേ ഒരേ ഒരു ശാസ്ത്രം. ആ ദേവകീപുത്രൻ പറഞ്ഞതാണ്, ആ ദേവകീപുത്രൻ തന്നെയാണ് ഒരേ ഒരു ദേവൻ. ആ ദേവകീപുത്രന്റെ നാമമാണ് ഒരേ ഒരു മന്ത്രം. ആ ദേവകീപുത്രന്റെ സേവയാണ് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കർമ്മം എന്ന് ഭക്തിയുടെ പാരമ്യത്തില് പാടപ്പെട്ടിട്ടുള്ളത്. ഇന്ന് പക്ഷെ ഇതിന്റെ തത്വാർത്ഥം മനസ്സിലാക്കാണ്ട് മറ്റ് ദേവതാ സ്വരൂപങ്ങളെ നിന്ദിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. കലികാലത്തെ ജീവരാശികളുടെ എല്ലാ ദുഃഖങ്ങളെയും, ആ ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള വിവരക്കേടുകളെ, അറിവില്ലായ്മകളെയും പരിപൂർണമായിട്ട് മാറ്റാനും ഭക്തന്മാരെ ആനന്ദസാഗരത്തിൽ ആറാടിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ അവതാരം തിരോഭവിച്ചതിന് ശേഷവും മാറ്റമൊന്നും വന്നിട്ടില്ല. മഹാക്ഷേത്രങ്ങളിൽ ഗുരുവായൂരും ആറന്മുളയിലും അമ്പലപ്പുഴയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തൃച്ചംബരത്തും ഒക്കെ ഭഗവാൻ, കേരളത്തിന്റെ പുറത്തും എത്രയോ, ഭാരതത്തിൽ അങ്ങോളം ലോകത്തിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ ഇരുന്ന് ഭഗവാൻ ഇത് തന്നെ ഇന്നും തൻ്റെ കർമ്മം അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആനന്ദാവസ്ഥ എന്നുള്ളത് സഹജമാണ്. സഹജമാണ് ഭഗവാന്റെ ആനന്ദാവസ്ഥ. ആ സഹജമായിട്ടുള്ള ആനന്ദാവസ്ഥയായിട്ടാണ് അദ്ദേഹം കാരാഗൃഹത്തിന്റെ അകത്ത്, കൂരിരുട്ടിന്റെ അകത്ത് കൃഷ്ണചന്ദ്രനായിട്ട് ഉദിച്ചു വരുന്നത്. ഇന്നിപ്പോ അഷ്ടമിരോഹിണി ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അവതാര സമയത്തിനെ വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ നമ്മള് അതിന്റെ ആ തത്വാർത്ഥം കുറെ ഒന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് കുറച്ചെന്തെങ്കിലും ഒന്ന് ചിന്തിക്കാന്നുള്ള മാത്രമേ വിചാരിച്ചുള്ളൂ. ആ പ്രസിദ്ധമായിട്ടുള്ള ഭാഗവത ശ്ലോകങ്ങള് തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മം കളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭകം മഹാർഹ വൈഢൂര്യ കിരീടകുണ്ടലത്യുഷാപരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചങ്കട കങ്കണാധിപർ വിരോചമാനം വസുദേവേക്ഷത. വസുദേവൻ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഈ ബ്രഹ്മത്തെ ഈ രൂപത്തിലാണ് കണ്ടത്. തമത്ഭുതം ബാലകമംബുജക്ഷണം, താമരപ്പൂവിന്റെ കണ്ണുകളോട് കൂടിയിട്ടുള്ള അത്ഭുത ബാലനായിട്ടുള്ള അത്ഭുത കണ്ണൻ, ആ അത്ഭുത ശിശുവായിട്ട് ഭഗവാനെ ആദ്യം കാണുകയാണ്. കൃഷ്ണാവതാരത്തിന്റെ ഫസ്റ്റ് സൈറ്റ് അതാണ്, ഫസ്റ്റ് വിഷ്വൽ. ഭഗവാൻ ഇങ്ങനെയാണ് കാണുന്നത്. അത് വസുദേവൻ എങ്ങനെയാ കണ്ടതെന്നാ പറയുന്നത്. അമ്മ പ്രസവിച്ച് കിടക്കണ അമ്മ എങ്ങനെ കണ്ടു എന്നല്ല അവിടെ പറയാം. വസുദൈവേക്ഷത. സ്വർണ കിരീടം ധരിക്കുന്ന സൂര്യസ്പർദ്ധി കിരീട മൂർധതിലകത് പ്രോദ്ഭാസി ബാലാന്തരെന്ന് പട്ടപാതർ എഴുതിയിട്ടുള്ള ആ സൂര്യസ്പർദ്ധിയായിട്ടുള്ള കിരീടത്തെ ധരിച്ചിട്ടുള്ള, അതുകൊണ്ട് പരിശോഭിക്കുന്ന ചുരുണ്ട തലമുടി, ഗോപി തൊട്ട തിരുനെറ്റി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കണ പുരികക്കൊടികൾ, ഒരു നോട്ടം കൊണ്ട് സൃഷ്ടിക്കും, ഒരു നോട്ടം കൊണ്ട് സംഹരിക്കും, ഒരു നോട്ടം കൊണ്ട് നിലനിർത്തി കൊടുക്കുകയും ചെയ്യുന്ന ഭഗവാൻ. മകരകുണ്ഡലങ്ങളിൽ
ജ്വലിക്കുന്ന തേജസ്, 2 ചെവികളെ, ആ ചെവികള് കിടക്കുന്നത് കൊണ്ട് ആ മകരകുണ്ടലങ്ങൾ അനുഗ്രഹീതമായിരിക്കണം എന്നാണ്. മന്ദഹാസ പൂനിലാവ് പൊഴിക്കണ തൃച്ചൊണ്ടുകൾ എന്നൊക്കെയാണ് ആഞ്ഞം തിരുമേനി പറയോ. വനമാല ധരിച്ചിട്ടുണ്ട്, ശ്രീവത്സാങ്കിതായിട്ടുള്ള തിരുമാറ്, ശംഖുചക്ര കഥാപത്മങ്ങൾ ധരിച്ചിട്ടുള്ള 4 തൃക്കൈകൾ, പീതാംബരാലങ്കൃതമായിട്ടുള്ള ആ അരക്കെട്ട് തൊട്ട് താഴോട്ട് കാലില് പാദങ്ങൾ വരെ കൊടുത്തിരിക്കുന്നു. കാലുകളിൽ പൊന്നിന്റെ ചെലമ്പണിഞ്ഞിരിക്കുന്നു. കാർമേഘത്തിന്റെ നിറം, ഇരുണ്ട് കനം കുത്തി വരണം, ഇപ്പൊ പൊട്ടിപ്പെയ്യുന്നു പറഞ്ഞ പോലുള്ള മഴയുടെ നിറം, ആ മഴക്കാറിന്റെ നിറം, ആ അത്ഭുത ബാലനെയാണ് ഭഗവാനെയാണ് കാണുന്നത്. അങ്ങനെ കംസന്റെ കൽത്തുറുങ്കിൽ ജനിച്ച ഭഗവാൻ അവിടുന്ന് ഗോകുലത്തിലെത്തി, ആ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലെത്തി, ആ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലെത്തി, മധുരയിൽ നിന്ന് ദ്വാരകയിലെത്തി. ജീവിതത്തിന്റെ ഈ ഓരോ ഘട്ടങ്ങളിലും ഓരോ സ്ഥാനങ്ങളിലും അനേകം ലീലകൾ, അതിൽ പ്രത്യേകിച്ചും ഗോകുലത്തിലും വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ലീലകളാണ് നമ്മൾ ഇന്നും ഭഗവാനെ ഏറ്റവും പാടിപ്പുഴത്തുന്നത്. പാർത്ഥസാരഥി രൂപമൊക്കെ ഭഗവാൻ ദ്വാരകയിൽ എത്തിയതിനു ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഭഗവാന്റെ ഒരു മുതിർന്ന വയസ്സിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇച്ഛാമാത്രം കൊണ്ട് ദുഷ്ടന്മാരെ വധിക്കുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ചെയ്യാൻ ഭഗവാൻ സർവദാ സന്നദ്ധനായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന എത്രയോ കഥകൾ. അങ്ങനെയുള്ള ആ ഭഗവാൻ എത്രയോ വിവാദങ്ങൾക്കും കാരണക്കാരനായിട്ടുള്ള ഒരു ദേവനാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സകലവിധ ശ്രേയസ്സും മഹിമയും യശസ്സും ഒക്കെ നിൽക്കെ ഭഗവാനെ ആക്ഷേപിക്കാനും ഭഗവത് രൂപത്തിനെ വിമർശിക്കാനും വളരെ ഉത്സാഹിക്കുന്ന ആൾക്കാർ പറഞ്ഞു നടക്കുന്ന കുറെ കുഴപ്പം പിടിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സന്ദർഭവശാൽ പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് തോന്നണോണ്ട് ഗുരുവായൂരപ്പ, ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള അടുപ്പത്തിനെ പറ്റിയുള്ള പലതരം കഥകൾ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തരുടെ ഒരു വലിയ വിഭാഗമാണെങ്കിലും ഭഗവാനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗമാണെങ്കിലും നല്ലതിനായിട്ടാണെങ്കിലും ചീത്തക്കായിട്ടാണെങ്കിലും പ്രശംസയായിട്ടാണെങ്കിലും വിമർശനമായിട്ടാണെങ്കിലും നിർലോഭം എടുത്ത് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഗോപസ്ത്രീ വസ്ത്രാപഹരണം. ഗോപികമാര് വ്രതം എടുത്തു, കാലത്ത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കാന്ന് പറഞ്ഞിട്ട് മറ്റു കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അന്യോന്യം കൈകോർത്ത് പിടിച്ച് കൃഷ്ണനെ പറ്റിയുള്ള പാട്ടുകളൊക്കെ പാടിയിട്ട് 10ാമത്തെ സ്കന്ധം 22ാമത്തെ അധ്യായം കാളിന്തി നദിയിൽ ചെന്ന് കുളിച്ച് കരയിൽ മണൽ കൊണ്ട് ഈ ദേവി വിഗ്രഹം ഉണ്ടാക്കി ജലഗന്ധ പുഷ്പാദികൾ കൊണ്ട് നേദ്യങ്ങൾ കൊണ്ടൊക്കെ സൂര്യോദയ സമയത്ത് പൂജിച്ച് നന്ദഗോപസുതൻ പതിയായി വരണമേ എന്ന് ഓരോരുത്തരും ദേവിയോട് പ്രാർത്ഥിക്കുക. കാർത്യായനി മഹാമായ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിന്മേ ഗുരുതേ നമ. ഇങ്ങനെ 1 മാസം പൂർത്തിയായപ്പോഴാണ് അത്ര ഭഗവാൻ ഈ പെൺകുട്ടികളെ അനുഗ്രഹിക്കാനായിട്ട് കാളിന്തി തീരത്ത് ഒരു ദിവസം വരും. ഗോപികമാര് നദീതീരത്ത് അഴിച്ചു വെച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങൾ ഭഗവാൻ എടുത്തിട്ട് അവിടെയുള്ള ഒരു കടമ്പ മരത്തിന്റെ മേല് ചങ്ങാതിമാരുടെ കൂടെ കയറിയിരുന്ന് വസ്ത്രം കൂടാതെ നഗ്നരായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് ദേവനിന്ദയാണ്. അതിന് പ്രായശ്ചിത്തായിട്ട് കരയിൽ നഗ്നരായിട്ട് കയറി വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളൂ, നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ഭഗവത് ദർശനത്തിൽ ആ ഭഗവാന്റെ ആ കൃപാടാക്ഷം കൊണ്ട് മനസ്സ് മാറി കരയിൽ കയറി വന്ന് കൈകൾ കൂപ്പി വന്നിച്ച് അവരവരുടെ വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് നിങ്ങളുടെ അഭിലാഷം അടുത്തു വരുന്ന രാത്രികളിൽ സബലീകരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ വ്രജത്തിലേക്ക് യാത്രയാക്കിയെന്ന് നമുക്ക് ഭാഗവതം 10ാമത്തെ സ്കന്ധം 22ാമത്തെ അധ്യായത്തില് ഏകദേശം 5ാമത്തെ 6ാമത്തെ ശ്ലോകം തൊട്ടിട്ട് ഒരു 27ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാം. അന്ന് ഭഗവാന് വയസ്സെത്രയുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിന് 15ാമത്തെ അധ്യായം നോക്കണം.
അന്ന് ഭഗവാൻ 6 വയസ്സാണ് പ്രായം. ഭഗവാന് 6 വയസ്സാണ് അന്ന് പ്രായം. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത് എന്നും എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഉദ്ദേശം എന്നും അറിയണമെങ്കിൽ അതിനെ നമ്മൾ ഈ രത്നം കുഴിച്ചു നോക്കാൻ ഭൂമി കുഴിച്ചു പോകുന്ന പോലെ തന്നെ പോകണം. പരോക്ഷപ്രിയ ദേവ എന്നാണ് പറയുക. പരോക്ഷമായിട്ട് ദേവന്മാർക്ക് പറയാൻ എന്തും താല്പര്യമുള്ളൂ. അവര് സൂചനകളെ തരുള്ളൂ, തെളിച്ചൊന്നും പറയില്ല. എടുക്കേണ്ടവൻ, മനസ്സിലാക്കേണ്ടവൻ, അറിയേണ്ടവൻ സ്വപ്രയത്നം കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. അതിൽ 1 2 കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയാം. ഈ ഗോപസ്ത്രീകൾ ആരും സാധാരണ സ്ത്രീകളായിരുന്നില്ല. വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവതാരകാലത്ത് ഭഗവാന്റെ കൂട്ടുകാരായിട്ട് ഭവിക്കാനായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ദേവസ്ത്രീകൾ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. വാസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപ്പര ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള അനുരാഗഭാവത്തിനെ ആദ്യം തന്നെ മുളയിൽ തന്നെ കരിച്ചു കളഞ്ഞിട്ട് അവരുടെ ദേഹാഭിമാനത്തിനെ നിശേഷം ഇല്ലാതാക്കിയിട്ട് തന്റെ പരമഭക്തകളാക്കി മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കി തീർത്തു. ഇതാണ് ഭഗവാൻ ചെയ്തത്. ഇത് സ്പഷ്ടമാണ് ഭാഗവതത്തില്. ഭഗവാനോടുള്ള പ്രണയം മനുഷ്യ സഹജമാണ്. എന്തുകൊണ്ടാണ് പ്രണയിക്കുന്നത്? പുരുഷന് പ്രണയിക്കാൻ പറ്റുണ്ടോ ഭഗവാനെ? ഭഗവാന്റെ ഭക്തനാവാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. പിതാവായും സഹോദരനായും പുത്രനായും സുഹൃത്തായിട്ടും ഒരു ആണിന് ഭഗവാനെ കാണാൻ പറ്റും. പക്ഷെ ഒരു സ്ത്രീക്ക് കാമുകനായോ ഭർത്താവായോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. പുത്രനായിട്ട് അവർക്ക് കാണാം, അത് വേറെ കാര്യം. അതിപ്പോ ആണുങ്ങൾക്കും സാധിക്കും പുത്രനായിട്ട് കാണാൻ. മാതൃവാത്സല്യത്തിന്റെ ലെവലിൽ ചിലപ്പോൾ വരണമെന്നില്ല എന്ന് മാത്രം. എന്നാലും വില്ലുമംഗലത്തിനെ പോലുള്ളവർ അത് അതിശയിപ്പിച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷെ സ്ത്രീക്ക് മാത്രമാണ് കാമുകനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ കാണാൻ പറ്റും. അതിന് കാരണം എന്താ വെച്ചാൽ താൻ സ്ത്രീയാണെന്നുള്ള ബോധം ആ ആത്മാവ് കൊണ്ടു നടക്കണുണ്ട. സ്ത്രീയുടെ ശരീരമാണ് തനിക്ക് എന്നുള്ളത് കൊണ്ട്, ഞാനൊരു പെണ്ണാണ് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീക്ക് ഭഗവാനെ കാമുകനായോ ഭർത്താവായോ കാണാൻ സാധിക്കുന്നു. അതിന്റെ അർത്ഥം തന്നെ ആ സ്ത്രീ ശരീരമുണ്ട് എന്നുള്ളതിന്റെ ദേഹാഭിമാനം അവിടെ നിൽക്കേണ്ടതെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിലങ്ങുതടി ഭഗവാനെ സാക്ഷാത്കരിക്കണേ. ഇതിനെ മുളയിലേ നുള്ളിക്കളയുന്ന പ്രക്രിയയാണ് ഗോപസ്ത്രീ വസ്ത്രാഭരണത്തിൽ ഭഗവാൻ സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വളരെ ചുരുക്കം പേർക്ക് ഇന്നും സാധിച്ചിട്ടുണ്ട്. നമയ്യാവേശിതധിയാം കാമകാമായ കൽപ്പതേ ഭർജിത ക്വഥിത ധാനാ പ്രായോ ബീജായ അന്വേഷ്യതേ. ഭാഗവതം 22-ാം സ്കന്ധം. എന്നിൽ മനസ്സ് നന്നായി ഉറപ്പിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ കാമം വിഷയസുഖത്തിനായിട്ട് നഷ്ടപ്പെടുത്തി പോരുത്, അത് നശിച്ചു പോരുത്. കാരണം വറുത്ത വിത്ത് അല്ലെങ്കിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു വിത്ത് പിന്നെ എങ്ങനെ മുളയ്ക്കുക? കാമത്തിലിട്ട് വേവിക്കരുത്, കാമത്തിലിട്ട് വറുക്കരുത്. അത് ഭഗവത് ഭക്തിയായിട്ട് മുളയ്ക്കില്ല. ഗോപികമാരുടെ പെരുമാറ്റവും സാധാരണ സ്ത്രീകളെ പോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ ആണിനെ ഒന്നിൽ കൂടുതൽ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് അന്യോന്യം അറിഞ്ഞാൽ തന്നെ അവർ മത്സരബുദ്ധി ഉള്ളവരായിരിക്കും. ഇവിടെ നമ്മൾ പല പാട്ടുകളിലും കഥകളിലും ഒക്കെ മത്സരബുദ്ധി അവർ കാണിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടത് മനുഷ്യ സഹജമായിട്ട് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ വാഴ്ത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ളതാണ്. തത്വാർത്ഥം എടുത്തു പോകുമ്പോൾ എവിടെയും ഗോപസ്ത്രീകള് കൃഷ്ണന് വേണ്ടി മത്സരിച്ചതായിട്ട് കാണില്ല. മത്സരിച്ചായിരുന്നെങ്കിൽ അവിടെ യുദ്ധം, കൊലപാതകം നടന്നേനെ ഇന്നത്തെ കാലത്താണെങ്കിൽ. അപ്പൊ ഭഗവാനെ ആഗ്രഹിച്ചിട്ടുള്ള ഗോപസ്ത്രീകള് വളരെയധികം സ്നേഹത്തോടുകൂടി മറ്റു ഗോപസ്ത്രീകളെയും വിളിച്ചിട്ട് കൈകൾ കോർത്ത് പിടിച്ച് ഭഗവാനെ പറ്റിയുള്ള പാട്ടും പാടിയിട്ട് യമുനയിലേക്ക് കുളിക്കാൻ പോകുന്നത് ഭാഗവതി കാണുക. ഇത് തന്നെയാണ് ഞാൻ ആണ്ടാൾ പാടിയ തിരുപ്പാവേ പറഞ്ഞപ്പോ പറഞ്ഞത്.
അങ്ങനെ സ്വാർത്ഥത പോയെങ്കിലും ദേഹാഭിമാനം കൂടെ പോയാൽ മാത്രമേ ശുദ്ധഭക്തി ഉണ്ടാവുള്ളൂ. ദേഹാഭിമാനം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുടെ മുന്നിലേക്ക് വസ്ത്രങ്ങളില്ലാതെ വരില്ല. അതിനായിട്ടാണ് ഭഗവാൻ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അവരെ അനുഗ്രഹിക്കുന്നതാണ് രാസക്രീഡയിൽ. അടുത്ത വിവാദ വിഷയമാണ് രാസക്രീഡ. രാസക്രീഡയ്ക്ക് പോലുള്ള ഒരു മഹാർത്ഥമുള്ള ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അതിൽ പങ്കെടുത്ത ഓരോ ഗോപിടി മനസ്സിൽ കൃത്യമായിട്ടുള്ള അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരോരോരുത്തരുടെയും ആത്മാവ് താൻ തന്നെയാണ്, താൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാഗവത്തിലെ ഗോപീഗീതത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നഖലു ഗോപികാനന്ദനോ ഭവാൻ ഗുരുവായൂരപ്പ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദയേവാൻ സാത്വതാംകുലേ. ഗുരുവായൂരപ്പ ശരണം. രാസക്രീഡയില് വൃന്ദാവനത്തിൽ ജനിച്ച ഇടയ സ്ത്രീകൾ മാത്രമാണോ പങ്കെടുത്തത്? അല്ല, വേദങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, വൈദിക ദേവതകൾ പങ്കെടുത്തിട്ടുണ്ട്, ഉപനിഷൽ സുന്ദരിമാര് പങ്കെടുത്തിട്ടുണ്ട്. ഉപനിഷൽ സുന്ദരി മണ്ഡല ഇശ്ചാന്ന് പാടുന്നില്ലേ ഭട്ടവാതിര്? അതേ ഉപനിഷൽ സുന്ദരിമാര് മഹർഷിമാര് പങ്കെടുത്തിട്ടുണ്ട്. ദേവസ്ത്രീകളും ദേവന്മാരും മഹാദേവനും വരെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഗോപീ വേഷത്തിൽ പങ്കെടുത്തു എന്നാ പറയണം. പണ്ട് ദണ്ഡകാരണ്യത്തിൽ വെച്ചിട്ട് ശ്രീരാമസ്വാമിയെ കണ്ട് മോഹിച്ചു അത്ര മഹർഷിമാര്. അവരാണത്ര ഗോകുലത്തിൽ ഗോപികളായിട്ട് ജനിച്ചതെന്ന് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ ഭാഗവത വ്യാഖ്യാനത്തിലെ ഗുരുവായൂർ ദേവസ്വം പബ്ലിക്കേഷനാണ്, 8 വോളിയുണ്ട്, അതിൽ പറയുന്നുണ്ട്. അത് പത്മപുരാണത്തിൽ അങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. ഗോപ്യസ്തു ശ്രുതയോജ്ഞയ ഋഷിജാ ഗോപകന്യക ദേവകന്യാശ്ച രാജേന്ദ്ര ന മാനുഷ്യ കഥാജന. 110 കോടി ഗോപസ്ത്രീകളെ ചുറ്റും നിർത്തിയിട്ടാണത്രേ ഭഗവാൻ രാസലീല ആടിയത്. 8ഉം 10ഉം പേരല്ല, 110 കോടി എന്നാ ഭാഗവതം പറഞ്ഞത്. 10ാമത്തെ സ്കന്ധം 29ാമത്തെ അധ്യായം 44ാമത്തെ ശ്ലോകം. കാമനെ ജയിച്ച ശ്രീപരമേശ്വരൻ പോലും കൃഷ്ണാവതാര സമയത്തെങ്കിലും ഭഗവാനോട് കൂടിയിട്ട് രാസലീലയെ പങ്കെടുക്കാനായിട്ട് ഒരു ഗോപികയുടെ വേഷത്തിൽ അവിടെ വന്നു, രാസക്രീഡയെ പങ്കെടുത്തു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആ ഗോപി വേഷത്തിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ഗോപി മഹാദേവ മന്ദിറുണ്ട് ഇപ്പോൾ വൃന്ദാവനത്തിൽ. അങ്ങനെ രാസക്രീഡയിൽ കൂടെ ഗോപികമാരുടെ മനസ്സ് ജീവാത്മാക്കളുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിച്ചിട്ട് അവരുടെ കാമവാസനയെ മുഴുവൻ പ്രേമാത്മകമായിട്ടുള്ള ഭക്തിയായി മാറ്റിയിട്ട് ആ കൊച്ചുകുട്ടി അവരെ അനുഗ്രഹിച്ചു. അതൊരു ചെറിയ കുട്ടിയാണ്. ഗോപസ്ത്രീ വസ്ത്രാവരണം നടക്കുമ്പോൾ 6 വയസ്സാണ്. അതിനോട് അടുപ്പിച്ചിട്ട് നടന്നിട്ടുള്ളതാണ് രാസക്രീഡി. 7 വയസ്സുള്ളപ്പോഴാണ് ഗോവർദ്ധനോദ്ധാരണം നടക്കുന്നത്. പതിനൊന്നാമത്തെ വയസ്സിലാണ് മധുരയിലേക്ക് പോയതെന്നവർ. മധുരയിലേക്ക് പോയതിന് ശേഷം ഭഗവാൻ തിരിച്ചും വന്നിട്ടില്ല ഗോകുലത്തിലേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം വയസ്സെത്തുന്നതിന് മുമ്പ്, വയസ്സറിയുന്നതിന് മുമ്പ്, നാടൻ ഭാഷയെ പറഞ്ഞ മൂപ്പെത്തുന്നതിന് മുമ്പ് കൃഷ്ണൻ ഗോകുലത്തുനിന്ന് പോയി കഴിഞ്ഞിരുന്നു. രാസക്രീഡ നടക്കുന്നത്
മധുരയിലേക്ക് പോണതിന് തൊട്ട് മുമ്പാണ്, കുറച്ചു കാലം മുമ്പാണ്. അപ്പൊ ഒരു 11 വയസ്സിന് മുമ്പാണ്. വൃന്ദാവനത്തിൽ നടന്നിട്ടുള്ളതൊക്കെ ശൃംഗാരമാണെന്ന് നമ്മുടെ സുഖത്തിന് വേണമെങ്കിൽ പറയാം. പരമാർത്ഥം അതല്ല. ഭഗവാൻ ഓരോ ജീവനെയും ഉത്തമ ഭക്തിയിലേക്ക് നയിക്കുകയായിരുന്നു. ആ ഉത്തമ ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആനന്ദചിന്മയനായിട്ടുള്ള ഭഗവാൻ, ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി, തോന്നേണമേ വരത നാരായണായ നമഃ. എഴുത്തച്ഛന്റെ വരികളാണ് ഹരിനാമകീർത്തനത്തിൽ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക. ആ ഞാനെന്ന ഭാവം എന്ന് തോന്നാണ്ട് ആറ്റിച്ചത് ആദ്യം ഗോപികമാരെയാണ് ഭഗവാൻ. വായരപ്പ. അപ്പോ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോ കൃഷ്ണാവതാരത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. 7:57 പിന്നെ കുറച്ചുകൂടെ പറയാം, ഒരു അരമണിക്കൂറുകൂടെ പറയാം വിരോധമില്ലെങ്കിൽ. ഭഗവാൻ ജനിച്ച സമയത്ത് ആരും ഭഗവാനെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. കാൽക്കൽ ചങ്ങലകൾ ഇട്ടപ്പെട്ട അവസ്ഥയിൽ 8 വർഷക്കാലമായിട്ട് ഏകാദശി നോറ്റുകൊണ്ടിരുന്ന ഒരു പാവം അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു, വസുദേവനും ദേവകിയും. ആ അമ്മയാണെങ്കിൽ പ്രസവത്തിന്റെ ആ ആലസ്യവും ക്ഷീണവും കൊണ്ട് ആ മകനെ ഒന്നും എടുക്കാൻ പോലും പറ്റില്ല. അച്ഛന്റെ കാലിലാണെങ്കിൽ ചങ്ങലകളും. അവിടെ ഇരുട്ടറയാ. എങ്ങനെയാ ഭഗവാന്റെ മുഖം അവര് കണ്ടിട്ടുണ്ടാവുക? ഇന്നത്തെ പോലെ ലേബർ റൂമില് പ്രകാശത്തിന്റെ ഒരു പെരുമഴയൊന്നും ഇല്ല. ആ കാരാഗൃഹത്തിന്റെ അകത്ത് ഒരു വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ഗുരുവായൂരപ്പനാണ്. ഭഗവാൻ തന്നെയായിരുന്നു വിളക്ക്. ഭഗവാന്റെ വെളിച്ചത്തിൽ സുഹൃതികളായിട്ടുള്ള അച്ഛനമ്മമാര് കണ്ടു. ഇരുട്ടത്താണ് പ്രസവേ, ഇരുട്ടത്താണ് പ്രസവം. വെളിച്ചെന്ന് പറയാനൊന്നില്ല. പേമാരി പുറത്ത്. അതിൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക, ആ പ്രസവം എടുത്ത സ്ത്രീയെ ശുശ്രൂഷിക്കുക. അല്ല, ഇനി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കൊരവീട് പുറത്ത് 10 പേരെ അറിയിക്കുക, മധുരപലഹാരം വിതരണം ചെയ്യാനോ ഒന്നും ആരുമില്ല. പക്ഷെ ഭഗവാൻ ജനിച്ച സമയത്ത് ഭഗവാനാകണ ചൈതന്യം അങ്ങോട്ട് ഒഴുകി പരന്ന സമയത്ത് ആ കാരാഗൃഹം സ്വർഗതുല്യം പ്രകാശമാനമായി തീരുകയാണ്. അവിടെ താനെ ഭദ്രദീപം തെളിച്ചുകൊണ്ട് അഗ്നി ഭഗവാൻ പ്രത്യക്ഷപ്പെടും. വായു ഭഗവാൻ കുളിർ തന്നൽ വീശും. ഭൂമി രത്നങ്ങളെ കൊണ്ട് പറവയ്ക്കും. മഴ പുറത്ത് കൊരവീട്. നക്ഷത്രക്കൂട്ടങ്ങള് താഴേക്കിറങ്ങി വന്നിട്ട് ഭഗവാനെ ദീപാരാധന ചെയ്യും. ചന്ദ്രൻ തന്നെ സ്വയം വന്നിട്ട് പനിനീര് തെളിക്കും. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ലോകത്തില് എല്ലായിടത്തും എന്തോ ഒരു സന്തോഷം ഉണ്ടായി എന്നാ പറയുന്നത്. ജനിച്ച ഉടനെ ചിരിക്കുകയും ചെയ്തു ഭഗവാൻ. ഓഷോ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ ഈസ് എ ഡാൻസിങ് ഐലൻഡ് ഓഫ് ലാഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷൻ ഓഫ് സോറോ എന്ന് പറഞ്ഞത്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. സങ്കടത്തിന്റെ മഹാസാഗരത്തിന്റെ നടുക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സന്തോഷത്തിന്റെ ഒരു ദ്വീപാണ്, നൃത്തം വയ്ക്കുന്ന ദ്വീപാണ് കൃഷ്ണൻ. ഒരു കാരണവും അറിയാണ്ട് എത്രയോ ഇടങ്ങളിൽ ആൾക്കാർക്ക് സന്തോഷം, എത്രയോ ഇടങ്ങളിൽ സന്തോഷം, ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ആൾക്കാരിരുന്നു. എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ സന്തോഷിക്കണമെന്ന് അറിഞ്ഞില്ല. ഒരുത്തന് മാത്രം ഉള്ളിൽ കാളലുണ്ടായി. കംസന് ദുർനിമിത്തങ്ങൾ കണ്ടു. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരും ഭഗവാന്റെ ബുദ്ധിയിൽ കൊണ്ട് നശിക്കാൻ വിധിക്കപ്പെട്ടവരുമായിട്ടുള്ള
പരമദുഷ്ടന്മാരുടെ ഹൃദയങ്ങളിൽ മാത്രമാണ് അത്ര കാളലും വേദനയും ഭയമൊക്കെ ഉണ്ടായത്. സജ്ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ അകാരണമായിട്ട് സന്തോഷം പതിഞ്ഞു പൊങ്ങിയെന്നവർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ജനിച്ചു വീഴുന്നത് കണ്ട ദേവകിയുടെയും വസുദേവന്റെയും സന്തോഷം എന്തായിരുന്നിരിക്കും? ആയിരം സൂര്യന്മാരുടെ പ്രഭ, അതിലേക്ക് ആയിരം ചന്ദ്രന്മാരുടെ തണുപ്പിനെ ചാലിച്ചു ചേർത്തിട്ടുള്ള ആ കൃഷ്ണചന്ദ്ര സ്വരൂപം, മഴക്കാറിന്റെ ശോഭ, സൂര്യന്റെ തേജസ്, ചന്ദ്രന്റെ തണുപ്പ്. സാധാരണ യോഗികളൊക്കെ എത്രയോ ജന്മങ്ങൾ ഇരുന്ന് തപസ് ചെയ്തിരുന്നാൽ പോലും കിട്ടാത്ത ഒരു രൂപം. ഓട്ടൂര് എഴുതിയിട്ടുണ്ട്, കണ്ണിൽ കർപ്പൂരം എഴുതുന്നത് പോലെ, കരളിൽ തേനൊഴുക്കുന്നത് പോലെ, പ്രാണനിൽ അമൃത് തളിക്കുന്നത് പോലെ, അലിവും ലയവും ഉണർവും അരുളുന്ന ആ വിലക്ഷണ സാക്ഷാത്കാരത്തിൽ അമ്പരന്നിട്ട് മെയ്യും മതിയും മറന്ന മാതാപിതാക്കന്മാർക്ക് തൽക്കാലം കംസനെയോ ജയിലിനെയോ ഒന്നും ഓർക്കാൻ സാധിച്ചില്ല. കാരണം മയങ്ങിപ്പോയത്. നമ്മൾ വെറുതെ പറയും ചിലത് കണ്ടിട്ട്, ഞാൻ മയങ്ങിപ്പോയി എന്ന് കണ്ടിട്ട്. ഇങ്ങനെയൊക്കെയാണ് മയങ്ങേണ്ടത്. കണ്ടു മയങ്ങുകയാണെങ്കിൽ ഈ രൂപം കണ്ട് മയങ്ങണം. വേറെ എന്ത് കണ്ട് മയങ്ങിയിട്ട് എന്താ കാര്യം? ഓട്ടൂരിന് തന്നെ വരികളിലേക്ക് വരാം. നമ്മളത് വെറുതെ പറഞ്ഞാൽ ശരി, ആ വരികൾ തന്നെ കേൾക്കണ്ടാണ്. ഓട്ടൂർ ഉണ്ണിനമ്പൂരിപ്പാണ്ട്, തൃക്കണ്ണ് രണ്ടിലും അംഭോജകാന്തി ചിന്തി, തൃക്കൈ നാലിലും ശംഖചക്ര ഗദാപത്മങ്ങളേന്തി, തിരുമാറിൽ ശ്രീവത്സാംഗം ധരിച്ച്, തൃക്കഴുത്തിൽ കൗസ്തുഭരത്നം കെട്ടി, അരയിൽ മഞ്ഞപ്പട്ടുടുത്ത്, തിരുവുടലിൽ കോടക്കാറുളി ചിതറി, സർവാഭരണയുക്തനായി ആഭരണങ്ങളെ അങ്ങോട്ട് മിന്നിക്കുന്ന സ്വയം പ്രകാശമൂർത്തിയായി മുന്നിൽ പ്രത്യക്ഷീഭവിച്ച അത്ഭുതബാലനെ, കണ്ണിലുണ്ണിയെ 8 കൊല്ലം ഏകാദശി നോറ്റ കണ്ണുകൾ കൊണ്ട് സ്വച്ഛന്തം സ്വാദ് ഓർത്ത് ആസ്വദിക്കുമ്പോ ആ തപസ്വികൾ ബന്ധനവും അന്ധകാരവും ഒഴിഞ്ഞ ഏതോ പുതിയ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു വസുദേവനും ദേവി. നാരായണ, ഗുരുവായൂരപ്പ, പാർത്ഥസാരഥേ. അപ്പോ അവരുടെ ശരീരം രോമാഞ്ചം നിറയുന്നത് പോലും അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന പോലും അവരറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ പറയുന്നത്. അത്രയ്ക്ക് ദിവ്യമായിട്ടുള്ളൊരു ദർശനമാണ് ഭഗവാൻ കൊടുക്കുന്നത്. കാഞ്ചി പരമാചാര്യര് ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി പെരിയവര് മഹാഗുരു, ഭൂമിയിൽ നടന്ന് ഈശ്വരനാണെന്ന് കരുതപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അത്ര പുണ്യാത്മാവും ദിവ്യ വിഗ്രഹമായിരുന്നു അദ്ദേഹം. ഭഗവാന്റെ ഒരു അഷ്ടമിരോഹിണി പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ ഉറങ്ങണ സമയത്ത് ജ്ഞാനി ഉണർന്നിരിക്കണു, അറിവുള്ളവൻ ഉണർന്നിരിക്കണു ലോകം മുഴുവൻ ഉറങ്ങണ നേരത്തുനിന്ന്. അതിനെ അക്ഷരാർത്ഥത്തിൽ പ്രാക്ടിക്കലായി കാണിക്കാനാണ് അത്ര ഭഗവാൻ ലോകം മുഴുവൻ കൂരിരുട്ടായിരിക്കുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടാവണ പോലെ ഉണ്ടായി വന്നത്. എല്ലായിടത്തും കൂരിരുട്ട് പരന്നിരിക്കുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടായി അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യൂലേ. ഒരു മരുഭൂമിയുടെ നടുവില് കുറച്ച് നിഴല്, അതേമാതിരി കുറച്ച് വെള്ളം, ഇത് കണ്ട നമുക്ക് അളവില്ലാത്ത ആനന്ദം ഉണ്ടാവും. ഇരുണ്ട മേഘങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന മിന്നലിന് മനോഹാരിത പറയാൻ പറ്റില്ല, അത്രയധികം ശോഭയാണ്. ദക്ഷിണായനത്തില് പുണ്യകാലമൊന്നുമല്ല, ഉത്തരായണ കാലത്തൊന്നുമല്ല ഭഗവാൻ ജനിക്കുന്നത്. ദക്ഷിണായനത്തില് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം, അഷ്ടമി ഒരു മോശം ദിവസമായിട്ടാ പലരും പറയും. ആ അഷ്ടമി ദിവസം അർദ്ധരാത്രി ഭഗവാൻ ജനിക്കും. മനുഷ്യന്റെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. ദേവന്മാരുടെ ഒരു പകലാണ് ഉത്തരായണ കാലം, ദക്ഷിണായന കാലം അവരുടെ രാത്രി. അപ്പൊ അവർക്കും ഇരുട്ടാണ്, നമുക്കും ഇരുട്ടാണ്. അതേമാതിരി നമ്മുടെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അപ്പൊ നമ്മുടെ ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് പകൽ നേരമാണ്, പിതൃക്കൾക്ക്. കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അതുകൊണ്ട് കൃഷ്ണൻ അവതരിച്ച സമയം കൃഷ്ണപക്ഷമാണ്,
അത് പിതൃക്കൾക്കും ഇരുട്ടാണ്. അപ്പം രാത്രിയാണ്. അഷ്ടമി പക്ഷത്തിന്റെ നടുക്ക് വരുന്ന ദിവസം ജനിച്ചോണ്ട് അതും പിതൃക്കൾക്ക് അർദ്ധരാത്രിയാണെന്നാണ് പരമാചാര്യർ പറഞ്ഞത്. നോക്കൂ, ലോകത്തിന് മുഴുവൻ ഇരുട്ട്. മനുഷ്യരിട്ട്, പിതൃക്കൾക്ക് ഇരുട്ട്, ദേവന്മാർക്ക് ഇരുട്ട്, എല്ലാവർക്കും ഇരുട്ട്. നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെയാണ്. അന്നും അങ്ങനെ ആയിരുന്നിരിക്കും. ഇരുട്ടേറ്റവും വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് അർദ്ധരാത്രി. ഭഗവാൻ ജനിക്കണതോ ആ ജനിച്ച സ്പോട്ടോ ഇരുണ്ട് നിറഞ്ഞ ജയിൽമുറി, ഇരുട്ട് മയം, അതില് കറുത്ത കുട്ടി, പക്ഷെ വരുന്നത് മുഴുവൻ വെളിച്ചം. പേരിട്ടതും കൃഷ്ണൻ. സകലതിനെയും ആകർഷിക്കണമെന്നൊക്കെ അർത്ഥെടുത്താലും കൃഷ്ണ ശബ്ദത്തിന് കറുപ്പെന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പൊ കറുത്ത നിറം, ഇങ്ങനെ ഇരുട്ടുമയമായിട്ട് ജനിച്ച ഒരു കുട്ടിയാണ് ഇന്നും പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്ന പാർത്ഥസാരഥിയായിട്ടുള്ള ഗുരുവായൂരപ്പൻ. ആ പാർത്ഥസാരഥി രൂപത്തിൽ ഭഗവാൻ നിന്നിട്ട് പ്രപഞ്ചത്തിന്, ലോകത്തിന് കൊടുത്ത അമൂല്യ രത്നാണ് ഗീത. ആ ഗീതയുടെ ദിനം എന്താ വരികയാണ്? ഗുരുവായൂർ ഏകാദശി ഗീതോപദേശം നടന്ന ദിവസമാണെന്നാണ് സങ്കല്പം. പണ്ട് പരമാചാര്യർ പറഞ്ഞിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു വരിയുണ്ട്. ശരീരമുള്ളവന് പ്രകാശം നൽകുന്നത് കണ്ണുകളാണ്, ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നത് കണ്ണനാണ്. എന്തുകൊണ്ടാണ് കണ്ണൻ എന്ന് വിളിക്കുന്നത്? അന്തർദൃഷ്ടിയും ബാഹ്യദൃഷ്ടിയും, അകത്തേക്കുള്ള നോട്ടത്തിനെയും പുറത്തേക്കുള്ള നോട്ടത്തിനെയും, അകക്കണ്ണിനെയും പുറക്കണ്ണിനെയും അമൃതിൽ കുളിപ്പിക്കുന്നവനാകയാലാണ് അവൻ കണ്ണനാവണം. കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് എന്ന് എഴുത്തച്ഛൻ പറഞ്ഞ അതിനാണ്. ഹരിനാമകീർത്തനം എന്തെങ്കിലും പറയാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ വിശദീകരിച്ച് പറയാൻ ശ്രമിക്കാം. നാരായണ. ഏത് വഴിക്കും ഭഗവാനെ കണ്ടാൽ സന്തോഷം, ഭഗവാന്റെ മുരളീഗാനം കേട്ടാൽ സന്തോഷം, ഭഗവാന്റെ സുഗന്ധം ആസ്വദിച്ചാൽ സന്തോഷം. നിശാഗന്ധി പുഷ്പങ്ങളുടെ മണമായിരുന്നു അത്ര ഭഗവാന് ശരീരത്തിൽ നിന്ന് സദാ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ അദ്ദേഹം അണിയുന്ന കുറിക്കൂട്ടുകളുടെയും കളവത്തിന്റെയും ഒക്കെ മണം വേറെ. ശരീരത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഗന്ധം നിശാഗന്ധി പുഷ്പങ്ങളുടെ മണമായിരുന്നു എന്നാ പറഞ്ഞത്. ഇരുട്ടിന്റെ, രാത്രിയുടെ ഗന്ധങ്ങളാ. കാഴ്ചക്കാണെങ്കിൽ പരമസുന്ദരൻ, ശബ്ദം അതിലേറെ കേൾവിക്ക് സുഖം. ഇനി മനസ്സിനും ബുദ്ധിക്കോ ഗീതാമൃതം, അറിവ്, ഇങ്ങനെയൊക്കെ തരുന്ന ഭഗവാൻ. അപ്പോ അങ്ങനെ തരുന്ന ഭഗവാൻ തന്നെയല്ലേ ലോകത്തിന് കണ്ണായിട്ടിരിക്കുന്നത്. ലോകത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കണ കണ്ണ് ഭഗവാൻ തന്നെ. അതാണ് കണ്ണ്. ഒറ്റ വേഷമിട്ടിട്ട് അനേക ലീലകൾ. ഭഗവാന്റെ വേറൊരു അവതാരത്തിൽ ഇത്ര അധികം വൈചിത്ര്യങ്ങളും വൈവിധ്യങ്ങളും കാണാൻ സാധിക്കില്ല. മഹാവികൃതി, പരമവികൃതി, നിയന്ത്രിക്കാൻ പറ്റാത്തവൻ. ഞാൻ എന്താ കഴിഞ്ഞ ദിവസം ദാമോദരലീല ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഭഗവാന്റെ വികൃതി എന്താന്ന് ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ, എത്ര വർണ്ണിച്ചിട്ട്. പശുക്കളെ മേയ്ക്കാൻ പോകുന്ന വളരെ കരുതലുള്ള ശ്രദ്ധയുള്ള ബാലനായിട്ടുള്ള ഭഗവാൻ. ഗോപാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഓടക്കോടും വിളിച്ചിട്ട് ആ പശുക്കൾ അവിടെ വേണു ഞാൻ ഇവിടെയാണെന്നല്ല. ഭഗവാൻ പശുക്കളെ മേയ്ക്കുന്നത് പോലെ ശ്രദ്ധയോട് കൂടിയിട്ട് ആരും മേയിച്ചിട്ടില്ല. നമ്മളെയൊക്കെ മേയ്ക്കണത് അദ്ദേഹം. നമ്മളൊക്കെ തന്നെയാണ് ആ പശുക്കൾ. യുദ്ധം നടക്കുന്ന രാത്രികളിൽ എല്ലാവരും യുദ്ധം കഴിഞ്ഞിട്ടുള്ള ക്ഷീണം കൊണ്ട് പടകുടീരങ്ങളിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഒരാൾ മാത്രം പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് വേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കുതിരകൾക്ക് വന്നിട്ടുള്ള മുറിവുകളെ മരുന്ന് വെച്ച് കെട്ടി, ചില നേരങ്ങളിൽ അവരെ കുളിപ്പിച്ച് അവർക്കുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവറ്റകൾക്ക് തീറ്റ കൊടുത്ത് അവരുടെ വിശപ്പടക്കി അവരെ വിശ്രമിക്കാനായിട്ട് നിർത്തിയതിന് ശേഷം മാത്രം പോയി സ്നാനം ചെയ്ത് ശിവപൂജ ചെയ്ത് പിന്നെ അതിനുശേഷം വന്ന് യുധിഷ്ഠിരാദികളുമായിട്ട് അവർ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കാര്യാലോചന ചെയ്യുകയോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ധ്യാനത്തിലോ പൂജയിലോ കഴിഞ്ഞുകൂടി പിറ്റേന്ന് രാവിലെ വീണ്ടും അർജുനന് തേര് കൂട്ടി
കുതിരകളെ കൊണ്ടുവന്ന് കെട്ടി തയ്യാറായിട്ട് അർജുനൻ ഇറങ്ങി വരുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് ഹാജരായിട്ട് നിൽക്കുന്ന ആ പരബ്രഹ്മം അർത്ഥസാരഥിയായ ഭഗവാൻ, ഇതേ ഭഗവാൻ തന്നെയാണ് ഓടക്കോട് വായിച്ചിട്ട് രസിച്ചു കിടന്നത്. ഇതേ ഭഗവാൻ തന്നെയാണ് ചാണൂരനെയും മുഷ്ടികനെയും കാംസനെയൊക്കെ ഒറ്റയടിക്ക് കാലപുരിക്കയച്ചത്. മല്ലയുദ്ധത്തിലെ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മല്ലൻ, മഹാമല്ലൻ എന്ന് പറഞ്ഞ കൃഷ്ണനാ, മല്ലന്മാരുടെ രാജാവ് ഭഗവാനാണ്. ആവശ്യാനുസരണം ശരീരത്തിന് ദൃഢത വരുത്താനും മൃദുവാക്കാനും ഭഗവാന് സാധിച്ചിരുന്നു എന്നാണ്. സ്ത്രീയുടെ പോലുള്ള മൃദുത്വമാണ് അത്ര ഭഗവാന്റെ ശരീരത്തിനുണ്ടായിരുന്നത്. പക്ഷെ യുദ്ധനേരങ്ങളിൽ ഭഗവാന്റെ ശരീരം വജ്രത്തിനെ തോൽപ്പിക്കണ വിധത്തിൽ കാഠിന്യമുള്ളതായിട്ട് മാറുമായിരുന്നു. ആ യോഗേശ്വര ശക്തിയാണ്. കാളകളെയും പശുക്കളെയും അടക്കിക്കെട്ടി നടന്നവൻ. അതേ നടന്ന ആള് തന്നെയാണ് രാജ്യങ്ങളെയും ചക്രവർത്തിമാരെയും ചൂണ്ടുവിരലിട്ടിട്ട് കളിപ്പിച്ച ആള്. കിങ് മേക്കർ ആയിരുന്നു ഭഗവാൻ. രാഷ്ട്രതന്ത്രം, രാഷ്ട്രീയത്തിന്റെ അവസാന വാക്കായിരുന്നു ശ്രീകൃഷ്ണൻ. രാജ്യതന്ത്രത്തിന്റെ നെഗോഷിയേറ്റർ എന്നുള്ള നിലയ്ക്കോ ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. തനിക്ക് ലാഭം എടുക്കുന്ന ഇടനിലക്കാരനല്ല, ദൂതനായിട്ട്, സാരഥിയായിട്ട്. സാരഥിയുടെ ഒരു ഭാഗം ഞാനിപ്പോ പറഞ്ഞു. ദ്രൗപദിയും കുചേലനെയും ഒക്കെ രക്ഷിക്കുന്ന അനാഥരക്ഷകനായിട്ട്, ഭീഷ്മർക്ക് മുക്തി കൊടുക്കുന്നവനായിട്ട്, കംസന്റെ ചെത കൊടുക്കുന്നവനായിട്ട്, ഏത് രൂപത്തിലും എങ്ങനെ നോക്കിയാലും ആ ഭഗവാൻ എന്നുള്ള തന്റെ ഗുണവിശേഷത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന ഒരവതാരം. വീരൻ, ശൂരൻ, കള്ളൻ, സ്ത്രീലോലൻ, ഭീരു, അധ്വാനി, വൃദ്ധൻ, കുട്ടി, പിടിവാശിക്കാരൻ, അഹംഭാവി, പരോപകാരി, കഠിനഹൃദയൻ, മനസ്സിലുള്ളവൻ, പിശുക്കൻ, ധാരാളി, മൂഢൻ, യോഗി, പണ്ഡിതൻ, ജ്ഞാനി, ഇങ്ങനെയൊക്കെ അനേകം തരം ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഈ പറഞ്ഞവരിൽ നല്ല ഗുണമുള്ളവരെ ഒരു മഹാത്മാവിനെ ആകർഷിക്കാൻ സാധിക്കും. പക്ഷെ ഇതിലെ ദുഷിപ്പുള്ളവരെ ഒരിക്കലും ഒരു മഹാത്മാവായിട്ടുള്ള ഒരാൾക്ക് ആകർഷിക്കാൻ പറ്റില്ല. ഒരു കള്ളന് മറ്റൊരു കള്ളനെ പറ്റിയുള്ള കഥ കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കുന്നവർ പരമാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഒരു കള്ളന് മറ്റൊരു കള്ളനെ പറ്റിയുള്ള കഥ കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. സ്ത്രീലോലനായിട്ടുള്ള ഒരുത്തന് ആ തരത്തിൽപ്പെട്ട വേറൊരുത്തന്റെ കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക്, റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാവർക്കും മോക്ഷം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും ആകർഷിക്കണം. അത് നല്ലവരാവട്ടെ, ചീത്തയാവട്ടെ, സജ്ജനാവട്ടെ, ദുർജനാവട്ടെ, എല്ലാവരെയും ആകർഷിക്കണം എന്ന് കരുതിയിട്ട് സത്ത് നിറഞ്ഞിട്ടുള്ള, മഹത്വം നിറഞ്ഞിട്ടുള്ള വേഷങ്ങൾ മാത്രമല്ലാണ്ട് ജാരന്റെയും ചോരന്റെയും ഒക്കെ വേഷം കെട്ടിയിട്ട് അഭിനയിച്ചു എന്നാ പറയണം പരമാചാര്യ. അതിൽ വലിയൊരു അർത്ഥമുണ്ട്. എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്നവനായി. അതുകൊണ്ടാണ് ഭഗവാനെ ഇന്ന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് എന്നാൽ നമുക്കും അങ്ങനെ ആവാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവര് ഭഗവാനെ ഓർക്കുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഗവും ദ്വേഷവും ഭഗവാന്റെ നേരെ ആയി കഴിഞ്ഞാൽ അത് ദോഷകാരകം തന്നെയാണ്. അനേക തരത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളെ, അനേക മനോഭാവക്കാരായിട്ടുള്ള ജനങ്ങളെ തന്റെ ലീലകൾ കൊണ്ട് ആകർഷിച്ച് തന്റെ കരുണയ്ക്കും അതുവഴി ബ്രഹ്മജ്ഞാനത്തിനും പാത്രമാക്കിയിട്ട് ഈ കടലിൽ നിന്ന്, ഈ ചെളിക്കുണ്ടിൽ നിന്ന് നമ്മളെയൊക്കെ പിടിച്ചു കയറ്റിയാണ് ഭഗവാൻ ചെയ്തത്. നാരായണ. അങ്ങനെയുള്ള ആ ഭഗവാൻ, അദ്ദേഹത്തിന്റെ കരുണ, ഭഗവാന്റെ ദീനവാത്സല്യം, സ്നേഹം, ഭഗവാൻ നമുക്ക് തരുന്നതിന്റെ കോടിയിൽ ഒരു അംശം പോലും നമുക്ക് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഭഗവാന്റെ ജീവിതം തന്നെ ലാളിത്യത്തിന്റെ
ഏറ്റവും വലിയ ഘോഷണമാണ്. അദ്ദേഹം അതിമനോഹരമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് സകലവിധ സമൃദ്ധിയും നടുക്കിയിരുന്നവനാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഭരണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അധികം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. പാവങ്ങളുടെ പേരിൽ ഇത്രയധികം കാരുണ്യം കാണിച്ചിട്ടുള്ള ഒരു ദേവൻ പറഞ്ഞിട്ടാണ്. കാരണം പരന്ധാമം, ഭഗവാന്റെ ഉന്നതമായിട്ടുള്ള പരന്ധാമാവസ്ഥയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സാധാരണ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ വരെ ഒരു ദാസിയുടെ വീട്ടിലും വനത്തിലും തുടങ്ങി സകലയിടത്തും വന്ന് അനുഗ്രഹിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ ജനിക്കുന്നത് വലിയ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുക ആഢ്യത്വമുള്ളൊരു കുടുംബ ഗൃഹത്തിലൊന്നുമല്ല ഭഗവാന്റെ ജന്മം. കംസൻ എന്ന് പറഞ്ഞൊരു പരമദുഷ്ടന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു കാരാഗൃഹ മുറിയിൽ ഇരുമ്പ് ചങ്ങലൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ഛൻ്റെ അമ്മടി മുന്നിലാണ് അദ്ദേഹം ജനിച്ചത്. പരിപൂർണനായിട്ട് എന്താണോ വേദങ്ങൾ പറഞ്ഞത്, ഓം പൂർണ്ണമത പൂർണ്ണവിധം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത എന്ന് പൂർണ്ണതയെ കുറിച്ച് പറഞ്ഞത് ആ രൂപത്തിൽ ജനിച്ചത്. എന്നിട്ട് ജനിച്ച ഉടനെ അവരുടെ കൂടെ നിന്നോ ഇല്ല, അവരെ രക്ഷിച്ച് അമ്പാടിയിലേക്ക് പോയി. എന്നാൽ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും, തന്നെ ലാളിച്ചു കൊഞ്ചിച്ച് വളർത്താൻ പോകുന്ന എല്ലാവർക്കും സൽഗതി കൊടുക്കാൻ അദ്ദേഹം മുതിർന്നോ? ആദ്യം തന്നെ ഇല്ല. തന്നെ കൊല്ലാൻ വിഷം പുരട്ടിയ മുലപ്പാല് കൊണ്ടുവന്ന് തന്ന പൂതനയ്ക്കാണ് ആദ്യത്തെ മോഷം കൊടുക്കുന്നത്. ഇതൊരു വൈചിത്രമാർന്ന ജീവിതം ആലോചിക്കും. നമ്മൾ പ്രതീക്ഷിക്കും ഇതിപ്പം എങ്ങനെ ചെയ്യും, ഇതിപ്പം അവരെ രക്ഷിക്കും. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി വേറെ. മഹർഷിമാര് യാഗശാലയിൽ ഇരുന്നിട്ട് ഹോമം നടത്തി വിളിച്ചിട്ട് പോകാത്ത ഭഗവാൻ അമ്പാടിയിലെ ചളിയുള്ള മുറ്റത്തില് ചേറുവാരി കളിച്ചു. ചോദിക്കാണ്ടിയും വിളിക്കാണ്ടിയും ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും വീടുകളിലേക്ക് കയറി ചെന്നു. അവിടെ ഉള്ളതൊക്കെ എടുത്തു തിന്നു. മഹർഷിമാര് എത്രയോ ജന്മങ്ങളിൽ ഇരുന്നിട്ട് വലിയ വലിയ സ്തോത്രങ്ങളും മന്ത്രങ്ങളും കൊണ്ടിരുന്ന് സ്തുതിക്കും. കേട്ട ഭാവം കണ്ടിക്കില്ല, മറുപടിയും പറയില്ല. പക്ഷെ പശുക്കള് എവിടെയെങ്കിലും ഒന്ന് ഒരു ശബ്ദം വെക്കുമ്പോഴേക്കും ദാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് വിളി കേട്ടമാര് ഓടിച്ചെല്ലും അത്ര. അപ്പോ ഭഗവാന്റെ മഹത്വം വേദങ്ങളും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം. ഈ മഹർഷിമാരും ഇത്രയധികം അനുഷ്ഠാനങ്ങളും സാധനങ്ങളും ചെയ്യണവരും ഒക്കെ ഏതൊരു പരബ്രഹ്മത്തിനെയാണോ തത്താവദ്ഭാതി ആ ബ്രഹ്മതത്വം ഗുരുഭവനപുരത്തിൽ ഇരിക്കണമെന്ന് പറയാറില്ലേ, ആറന്മുളയിലും അമ്പലപ്പുഴയിലും എവിടെയും ഇരിക്കുന്ന ആ ബ്രഹ്മതത്വം തന്നെയാണ്. ആ ബ്രഹ്മതത്വം കാട്ടിൽ കാലിമേക്കണ കോലുമായിട്ട് നടത്തിയിരുന്നു. മയിലും കുയിലും കുരങ്ങും മനുഷ്യനും പശുക്കളും സകലതും ഭഗവാന്റെ ആ കരസ്പർശം കൊണ്ട് മോക്ഷാവസ്ഥയെ പ്രാപിക്കുന്നു. ലക്ഷ്മീദേവി എന്തെങ്കിലും ഒരു പോറൽ പോലും പറ്റാതെ സൂക്ഷിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണ ആ താമരപ്പൂക്കളെ തോൽപ്പിക്കണ ഭഗവാന്റെ കാലടികൾ കല്ലിലും മണ്ണിലും ഗോപന്മാരുടെയും ഗോപികളുടെയും മടിയിലും നെഞ്ചിലും കൈകളിലും ഒക്കെ ചവിട്ടി കളിച്ചു നടന്നു. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോവളം കോപിനിത്യൻ സദയ യുവതീ ലോകേകരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവ വിഭക്വം ദുഗ്ധവഭ്യാഭിവസ്ത്വം. വെണ്ണ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഗോപസ്ത്രീകളുടെ മുമ്പിൽ വളരെ മധുരമായിട്ട് ആടിയിട്ടും പാടിയിട്ടും കളിച്ചു കൊഞ്ചിട്ട്. അപ്പൊ അവര് പറയും, കണ്ണാ ഒന്ന് ഡാൻസ് കളിക്കൂ, ഒന്ന് നൃത്തം വെക്കൂ, വെണ്ണ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കും. നല്ല കാച്ചിയ പാല് തരാം, ഒന്ന് പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ ഓടക്കോട് എടുത്തിട്ട് പാട്ട് പാടും, ഗാനം വായിക്കും. ഇങ്ങനെ ഗോപസ്ത്രീകളുടെ പ്രേമം കൊണ്ട് ഇങ്ങനെ കെട്ടപ്പെട്ടവനായിട്ട്
സർവേശ്വരൻ അവരെ ധന്യധന്യകളാക്കി. വേദാന്തം ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ഈ പറഞ്ഞ മാതിരി വേദാന്തം പഠിച്ചിട്ടില്ല, ഒരു എന്താ പറയുക ഭക്തിപ്രസ്ഥാനത്തിൽ അവർ പോയിട്ടില്ല, ഒരു ഗ്രന്ഥങ്ങളും അവർ വായിച്ചിട്ടില്ല. സ്നേഹം മാത്രം, സ്നേഹം മാത്രം. ലീലാശുകൻ വില്ലുമംഗലം പറയണ്ട, അവതാരാസന്ധ്വന്യേ സരസിജനയനസ്യ സർവതോ ഭദ്ര കൃഷ്ണാധന്യഗോവ പ്രഭവതി ഗോഗോപ ഗോപികാ മുക്ത്യൈന്ത്യ. ഭഗവാൻ പശുക്കൾക്കും പശുപാലന്മാർക്കും പശുപതികൾക്കും ഒന്നിച്ച് മുക്തി നൽകി നാന്യ തിരുമേനി പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെ തന്നെയാണ് ഇവിടെ ആശ്ചര്യമായിട്ട് ചോദിക്കുന്നത്. നേരത്തെ അത് നമ്മൾ വിശദീകരിച്ചാണ്. ഭഗവാൻ ദുര്യോധനന്റെ രാജധാനിയിൽ ചെന്നിട്ട് ദുര്യോധനൻ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു വിരുന്നിനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ വിതുരന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദാരിദ്ര്യമുണ്ട്. ഭക്തി കൊണ്ട് പരവശയായിട്ടുള്ള വിതുരന്റെ ഭാര്യ താളിപ്പൊടിയും എണ്ണയൊക്കെ കലർന്നിട്ടുള്ള ഒരു പഴത്തൊലിയാണ് അത്ര കൊടുത്തത്. അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആർത്തിയോട് കൂടിയിട്ട് കഴിക്കുകയാണ് ഭഗവാൻ. മറ്റാരുമില്ല പാണ്ഡവന്മാർക്ക്, ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി തേരാളിയായും പോരാളിയായും കുതിരക്കാരനായും വണ്ടിക്കാരനായിട്ടും ആ വിശ്വരൂപം കാണിച്ച ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് കളങ്ങി നിന്നു. ഭഗവാന്റെ ആ അവരോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ തെളിവല്ലേ ഇന്ന് പാറമുളയിൽ ഇരിക്കണ ഈ രൂപം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപം ഭഗവാൻ ഉണ്ടാവുമോ? ആ ഭഗവാന്റെ പേരിൽ കൂടെ ആ അർജുനന്റെ പേരും അവിടെ ഘോഷിക്കപ്പെടില്ലേ. പാർത്ഥസാരഥി എന്നാ, പാർത്ഥന്റെ സാരഥി എന്നാ പറഞ്ഞു. പ്രഥയുടെ പുത്രൻ പാർത്ഥൻ. പാർത്ഥ ശബ്ദത്തിന് മണ്ണിൽ നിന്നുണ്ടായവൻ, മനുഷ്യൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അവനെ നേർവഴി കാണിക്കുന്നവൻ പാർത്ഥസാരഥി. ആ അർത്ഥം എടുക്കണം. ഭഗവാൻ അക്കാലത്ത് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ കായബലവും കരബലവും ബന്ധുബലവും സ്വത്തും സൈന്യബലവും ഒക്കെ ഉള്ള ദുര്യോധനന്റെ കൂടെ ഭഗവാന് ചേരാമായിരുന്നു. ഭഗവാൻ ചേർന്നില്ല. ഒന്നുമില്ലാത്ത പാണ്ഡവന്മാരെ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഒരു നിബന്ധനകളും ഇല്ലാണ്ടാണ് ഭഗവാൻ തുണച്ചത്. ഭീഷ്മര് അയക്കുന്ന ശരമാരി കൊണ്ട് പൊറുതിമുട്ടി മരണത്തിന് മുന്നിൽ കണ്ട അർജുന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, അർജുന, എന്റെ മാറ് തകർന്നാലും നിന്റെ മാറിൽ ഒരു പോറല് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് അർജുനെ പിടിച്ചു മാറ്റിയിരുന്നിട്ട് തന്റെ മാറിലേക്ക് ഭീഷ്മരുടെ ശരത്തിന് ലക്ഷ്യം കാണിച്ചു കൊടുത്തത്. ഭീഷ്മരുടെ ശരം ഭഗവാന്റെ തിരുമാറടം കുത്തി തുളച്ചു കയറി എന്നാ പറഞ്ഞത്. രക്തം കട്ടകട്ടയായിട്ട് ധാരധാരയായിട്ട് ഒഴുകി. പക്ഷെ ഭഗവാൻ പിന്മാറിയില്ല. ലീലാശുഖൻ തന്നെ വില്ലുമംഗലസ്വാമികള് പാടിയിട്ടുണ്ട്. നഖനിയമിത കണ്ഠൂൻ പാണ്ഡവശ്യന്തനാശ്വാനനുദിനമഭിഷിഞ്ചന്നഞ്ജലിസ്തൈവയോഭി അവധുവിദഗാത്ര സ്യൂതമൗലിർ ദശന വിധൃതരശ്മിർദേവകീ പുണ്യരാശി. അതാ തടിച്ചു കൊഴുത്ത ശരീരത്തോട്, നല്ല ഉറച്ച ശരീരത്തോടിട്ട് ഒരു കുതിരക്കാരൻ അതാ നിൽക്കണു. അവനവന്റെ രണ്ടാം മുണ്ട് കൊണ്ട് തലയിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചമ്മട്ടിയിൽ തിരികെയും വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ട് നീണ്ട അതിന്റെ ആ വരടി തൂങ്ങി ഇങ്ങനെ കിടക്കണ കാണാം. അർജുനന്റെ കുതിരകളെ കൈകൾ കൊണ്ട് ഇങ്ങനെ മന്ദം മന്ദം ചൊറിഞ്ഞുകൊണ്ട് നദിയിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് ഭഗവാൻ. കുതിരക്കോപ്പ കഴിച്ചു വെച്ചു. കടിഞ്ഞാണ്ട് ഒരു ഭാഗം പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചു. എന്നിട്ട് നീണ്ടുരുണ്ട തന്റെ കൈകൾ കൊണ്ട് ആ നദിയുടെ ജലം അങ്ങനെ വാരി ഒഴിച്ചുകൊണ്ട് കുതിരകളെ എങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണെന്ന് ഭഗവാൻ. ദേവകീ ദേവിയുടെ പുണ്യമായിട്ട് ജനിച്ച ഭഗവാൻ, ആ പാർത്ഥസാരഥി നമ്മളെ പരിപാലിക്കട്ടെ.
അന്യൻ തിരുമേനി പറയാറുണ്ട്, സുഹൃതക്കട്ട എന്നാ പറയണത്. ദേവകി ദേവിയുടെ സുഹൃതക്കട്ടയാണ്, സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ആ സുഹൃതക്കട്ട, ആ പാർത്ഥസാരഥി നമ്മളെ പരിപാലിക്കട്ടെ എന്നാണ് വില്ലുമംഗലം പാടുന്നത്. ഭഗവാനെ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. ഒരു തട്ടിച്ച് നല്ല ശരീരത്തോടൊരു കുതിരക്കാരൻ രണ്ടാം മുണ്ടെടുത്തിട്ട് ഇങ്ങനെ തലയിൽ കെട്ടിയിട്ട് തലയിൽ ആ ചമ്മട്ടി അങ്ങനെ തിരികി അതിന്നിങ്ങനെ അതിന്റെ ആ വരടി ഇങ്ങനെ തൂങ്ങിക്കിടക്കണ്. അർജുന്റെ കുതിരകളെ കൊണ്ട് ഇങ്ങനെ കുതിരക്കോപ്പ കഴിച്ചു വെച്ച് ആ ഇവറ്റകൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ ആ കടിഞ്ഞാണ്ട് ഭാഗം വായോണ്ട് കടിച്ചു പിടിച്ചിട്ട് നദിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ഇങ്ങനെ തേച്ച് കഴുകി കുളിപ്പിക്കുകയാണ് ആ കുതിരകളെ. ആ കുതിരകളുടെ ഭാഗ്യാലോചിച്ചു. അന്യതിരുമേനി തന്നെ എഴുതിയിട്ടുണ്ട്, മോഹാന്തതയാൽ കുഴങ്ങിയ പാർത്ഥന് സർവോപനിഷത്സാരായിട്ടുള്ള ഗീതോപദേശം നൽകി ബോധോദയം ഉണ്ടാക്കി കൊടുത്തു. ഭാരത യുദ്ധത്തില് ഭഗവാനെ തേർത്തട്ടില് പാർത്ഥസാരഥിയായിട്ട് ദർശിച്ച സകല ആൾക്കാർക്കും, അങ്ങനെ കണ്ടുകൊണ്ട് മരിച്ച ആ പടക്കളത്തിൽ മരിച്ചു വീണ സകല ആൾക്കാർക്കും നിഗ്രഹരൂപേണ സദ്ഗതി നൽകി എന്നാ പറയണം. അപ്പൊ പാർത്ഥസാരഥിയെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ മോക്ഷതുല്യമാണ്. അവസാനം തന്റെ കാലിലേക്ക് അമ്പ ചെയ്ത ആ ജരന് കൂടി വൈകുണ്ഠപ്രാപ്തി കൊടുത്തു ഭഗവാൻ. അങ്ങനെ എല്ലാവർക്കും ശത്രു മിത്രം എന്നുള്ളൊരു ഭാവഭേദം ഇല്ലാതെ, ആ ഭേദഭാവാദികൾ ഇല്ലാതെ ആ അവതാരത്തിൽ ഭഗവാൻ സകലോർക്കും തന്റെ തൃപ്പാദങ്ങളിൽ സ്ഥാനം കൊടുത്തു. തിരുമേനി ആനന്ദ തിരുമേനി എഴുതിയിട്ടുണ്ട്, അവതാരകാലത്ത് ഒരു പൂതനയ്ക്ക് അവിടുന്ന് മുക്തി നൽകിയുള്ളൂ. ഇന്നാകട്ടെ പൂതനെ പോലെ എത്ര എത്ര മഹാഭാവികളാണ് നാമസങ്കീർത്തനം കൊണ്ടും മറ്റും മുക്തി പ്രാപിക്കണമെന്ന് ആനന്ദ തിരുമേനി എഴുതിയിട്ടുള്ളത്. ഭഗവാൻ വേദനിക്കണവരില്, അനാഥരില്, വലയണവരില്, ലക്ഷ്യം കാണാതെ നടക്കണവരില്, ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്തവരിലാണ് ഭഗവാന്റെ അനുഗ്രഹകിരണങ്ങൾ വാരുക. അതങ്ങനെ വാരി വെതറി ആരില്ലെങ്കിലും ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ നമ്മളെ നയിക്കുന്ന രൂപമാണ് പാർത്ഥസാരഥിയുടെ രൂപം. നാരായണ അനന്യശരണരായിട്ട് ഭഗവാനെ സേവിക്കുന്നവരില്, ആ നിരന്തര സ്മരണയോട് കൂടിയിട്ട് വിളിക്കണവരില്, സകലതും ഭഗവാന് സമർപ്പിച്ച് ജീവിക്കണവരില് ഭഗവാൻ തെളിഞ്ഞു വിളങ്ങുന്നുള്ള കാര്യം നിസ്സംശയമാണ്. കുഞ്ചൻ നമ്പ്യാര് എഴുതിയ രസകരമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സാധാരണ എല്ലാം വളരെ നർമ്മം നിറഞ്ഞതായിരിക്കുമല്ലോ. കുഞ്ചൻ നമ്പ്യാർ ഒരു ശ്രീകൃഷ്ണചരിതം എഴുതിയിട്ടുണ്ട് മണിപ്രവാളത്തിൽ ഭാഷയിൽ. ലോകൈകനാഥന്റെ ശുഭാവതാരെ ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു, മാഗന്ധമന്ദാര സുഗന്ധവാഹി മാഴ്കാത വണ്ണം വിലസീ സമീരൻ, പ്രസന്നരായീതു ജനങ്ങളെല്ലാം പ്രസൂനവർഷം ഗഗനെ തുടങ്ങി, പ്രസൂതികാലേ മുരവൈരിതന്റെ പ്രസൂജനം പൂർണ്ണ സുഖേനമേവി. കിരീട സൽക്കുണ്ടലഹാരമാല പരീതനാം പീതദൂലധാരി, കരങ്ങളിൽ ശംഖഗദാരി പത്മം ധരിച്ചു ദേവൻ വിവിധം വിളങ്ങി. അനന്തരം വിഷ്ണു ശരീരമപ്പോൾ അനന്തകാന്തി പ്രസരേണ ദൃഷ്ട്വാ, അനന്ത സന്തോഷരസം സ്തുതിച്ചാൻ അനന്തരായം വസുദേവനേവം. നമോസ്തുതേ മാധവ ശാർങ്ങപാണേ, നമോസ്തുതേ കേശവദീനബന്ധോ, നമോസ്തുതേ ലോകപദേ പുരാരേ, നമോസ്തുതേ നാഥാ ദയാപയോദേ. ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളുണ്ട്. 10, 14, 15 ശ്ലോകങ്ങളാണ്. ആലോചിച്ചോക്ക്, ഈ തുള്ളലൊക്കെ എഴുതിയ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാട്ടോ അത്. ഇത് പണ്ട് ഭക്തപ്രിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വം. അങ്ങനെ ഉള്ള ഭഗവാനെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം ചൊല്ലി വന്ദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഭഗവാൻ ജീവിക്കണത് പരമമായ ആനന്ദത്തിലാണെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്.
അദ്ദേഹം പറയണമെന്നില്ല. ഞാൻ ഇതെന്തുകൊണ്ടാണ് മഹാഗുരുക്കന്മാരായിരുന്നവർ പറഞ്ഞത് പറയണമെന്ന് വെച്ചാൽ, ഇതൊന്നും പറയാൻ ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ വെറും ഒരു പൊള്ളയായിട്ടുള്ള ഒരു കുഴൽ മാത്രം. ഗുരുവായൂരപ്പൻ എന്ത് ഓർമ്മിപ്പിക്കണോ, നാക്കിലിരുത്തി പറയിപ്പിക്കണോ അത് പറയാൻ മാത്രം കഴിയണ ഒരു ഉപകരണം മാത്രം. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഭഗവാൻ ജീവിക്കുന്നത് പരമമായിട്ടുള്ള ആനന്ദത്തിലാണ്. ദുഃഖത്തിന്റെ ഒരു ഒരു പൊട്ടോ പൊടിയോ പോലും ഇല്ലാത്തതാണ് ഭഗവാൻ നിൽക്കുന്നത്. ഗുരുവായൂരപ്പ, ആ ഭഗവാൻ നമുക്ക് പല രൂപത്തിൽ നമുക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കാം. ഒരു ഉണ്ണിയായിട്ട് കാണാം, കാമുകനായി കാണാം, ഭർത്താവായി കാണാം, പിതാവായി കാണാം, പുത്രനായി കാണാം, സഹോദരനായി കാണാം, സുഹൃത്തായി കാണാം, ഗുരുനാഥനായിട്ട് കാണാം. പാർത്ഥസാരഥി ഗുരുനാഥഭാവമാണ് ശരിക്കും. ഭഗവാൻ സദാ ആനന്ദത്തിലാണ്. ഈ രൂപങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. നമുക്കാണ് ഈ രൂപങ്ങളിൽ ഭഗവാൻ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച്. ദുഃഖത്തിന്റെ ഒരു കണിക പോലും ഇല്ലാണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. എപ്പോഴും ഓർക്കണം, പരമമായിട്ടുള്ള ആനന്ദത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ പ്രേമിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, വാത്സല്യം കൊടുക്കാൻ കഴിയും, ഭഗവാന്റെ ഒപ്പം നൃത്തം വെക്കാൻ, ഭഗവാനെ പോലെ നൃത്തം വെക്കാൻ സാധിക്കും. ഭഗവാനെ എടുത്തുകൊണ്ട് നടക്കാനും, ഭഗവാനോട് കെട്ടിപ്പിടിക്കാനും, ഭഗവാൻ ഉമ്മ കൊടുക്കാനും, ഭഗവാൻ പറഞ്ഞ കേട്ടോണ്ടിരിക്കാനും, ഭഗവാന്റെ പുറകിൽ നടക്കാനും, ഭഗവാന്റെ ഒപ്പം നടക്കാനും, ഭഗവാന്റെ തോളത്ത് കേട്ട് നടക്കാനും, ഭഗവാന്റെ ഒപ്പം ഓടാനും ഒക്കെ നമുക്ക് സാധിച്ചേക്കാം. പക്ഷെ ഭഗവാനിലേക്കുള്ള ഒരു പാലമുണ്ട്. ആ പാലം നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ എന്നും ദുഃഖത്തിലാണ്, ഭഗവാൻ എന്നും ആനന്ദത്തിലാണ്. ദുഃഖത്തിൽ നിൽക്കുന്ന ഒരുത്തന് ആനന്ദത്തിൽ നിൽക്കുന്ന ഒരുത്തനിലേക്ക് പോകാനുള്ള പാലമില്ല. ആനന്ദത്തിൽ നിൽക്കണവനിലേക്ക് ആനന്ദമായിട്ട് പോകാനാണെങ്കിൽ മാത്രമേ പാലം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളും ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് മാറാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഭക്തി കൊണ്ടുള്ള ഉദ്ദേശം. നാരായണ, ഭഗവാനെ നമ്മൾ കാണുന്ന നിമിഷം പിന്നെ നമ്മളില്ല, നമ്മൾ ഭഗവാനായി തീരുകയാണ്. നമ്മൾ ലയിച്ചങ്ങോട്ട് പോവാണ്. അതുകൊണ്ട് ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പറയുന്നില്ല. കണ്ടവരാരും തിരിച്ചു വരുന്നില്ല. നാരായണ, പാർത്ഥസാരഥേ, ഗുരുവായൂരപ്പ. നാരായണാഖില ഗുരു ഭഗവാൻ നമസ്തേ. ഇനി അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരെയും ഗുരുവായൂരപ്പനും പാർത്ഥസാരഥിയായ ഗുരുവായൂരപ്പനായിട്ട് സാഷ്ടാംഗം കണ്ട് നമസ്കരിക്കുന്നു. ശുഭരാത്രി, സന്തോഷം. ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവാൻ നമസ്തേ.